ഗുരുവേ നമഃ. അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. പാതഞ്ജലയോഗ സൂത്രത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് ചർച്ചാ വിഷയം. വ്രതം ഭരാബുദ്ധി. ബുദ്ധി 3 തരായി പറയുന്നു. 1 ശ്രുതബുദ്ധി, 2 യുക്തബുദ്ധി, 3 വ്രതം ഭരാബുദ്ധി. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാക്കുന്ന അറിവാണ് ശ്രുതബുദ്ധി. ശാസ്ത്രങ്ങൾ പഠിച്ച് അറിയുന്ന ബുദ്ധി. യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ യുക്തം ചിന്തിച്ച് കണ്ടെത്തുന്നതായ വസ്തുതകളാണ്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉദാഹരണമായിട്ട് അതിൽ ഉൾപ്പെടുത്താം. പിന്നെ യുക്തമായിട്ട് പ്രപഞ്ച വസ്തുതകളെ വിശകലനം ചെയ്യുന്ന പ്രത്യേകമായ ദർശന രീതികളൊക്കെ തന്നെ യുക്ത ബുദ്ധിയിൽ പെടും. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ. ഈ 2 ബുദ്ധിയും ഈ 2 അറിവും കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഈ അറിവിന് സാധിച്ചു എന്ന് വരില്ല. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതറിവില്ലാത്തവരോട് പറഞ്ഞ് അവരെ ഉത്ബുദ്ധരാക്കാം എന്നല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ 2 കൂട്ടർക്കും അതിനെക്കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അറിയാത്ത കാലത്ത് അറിഞ്ഞാൽ തിരക്കടില്ല എന്ന് തോന്നും. അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ തന്നെ സാധാരണയായി. അതറിയാത്ത ആളുകൾ അതിനു വേണ്ടി വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സുഖം. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ 3ാമത്തെ ബുദ്ധി ഇത് 2ൽ നിന്നും ഭിന്നമാണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ച ഒരാൾ, അയാൾക്കൊരു തലവേദന വരുന്നു. ആ കണ്ടുപിടുത്തം കൊണ്ടുണ്ടായതായ അതിൻ്റെ അറിവോ ശാസ്ത്രവിജ്ഞാനം ഒന്നും തന്നെ അദ്ദേഹത്തെ സഹായിക്കുന്നില്ല. പക്ഷെ ഇത് 2ൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരറിവ്, അതിന് ഋതം ഭരാബുദ്ധി എന്ന് പറയും. ഋതം ഭരാബുദ്ധി. ഋതം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദത്തിൻ്റെ ശാന്തി മന്ത്രത്തിലൊക്കെ നമുക്ക് കാണാം, സത്യം വദിഷ്യാമി ഋതം വദിഷ്യാമി. സത്യമെന്നും ഋതം എന്നും 2 വാക്ക് പറയാറുണ്ട്. 2ഉം പറയുന്നുണ്ട്. സത്യം വദിഷ്യാമി എന്ന് പറഞ്ഞു, പിന്നെ ഋതം വദിഷ്യാമി, ജന്മാവതും തദ്വക്താരമവതും ഒക്കെ പറയുന്ന ഭാഗത്ത്. അപ്പോൾ ഈ സത്യം ഋതം 2 വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. സത്യം എന്ന് പറഞ്ഞാൽ സത്യം, ഋതം എന്ന് പറഞ്ഞാലും സത്യം എന്ന് തന്നെ അർത്ഥം. അപ്പം എന്താ ഇതിൻ്റെ വ്യത്യാസം? ഋതവും സത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യമാണ്. എന്നെ അപേക്ഷിച്ച് സത്യമായിട്ടുള്ളതെന്നർത്ഥം. ഇപ്പം ഞാൻ 5 അടി പൊക്കമുള്ള ഒരാളാണെങ്കിൽ 6 അടി പൊക്കമുള്ള ഒരാളെ കാണുമ്പോൾ ഞാൻ പറയും അയാളൊരു നീണ്ട മനുഷ്യനാണ്. നീണ്ട മനുഷ്യനാണെന്നുള്ള എൻ്റെ പ്രതിപാദനം എന്നെ സംബന്ധിച്ച് സത്യമാണ്. അതാണ് സത്യം എന്ന് പറയുന്നത്. നേരെ കുറച്ച് 8 അടി പൊക്കമുള്ള ഒരാൾ, അയാളെക്കുറിച്ച് എന്താ പറയുക? അയാളൊരു കുറിയ മനുഷ്യനാണെന്നാണ് പറയുക. കുറിയ മനുഷ്യനാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് സത്യമാണ്. ഞാൻ നീണ്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് സത്യമാണ്. അപ്പോൾ സത്യം അതാണ് ആപേക്ഷിക സത്യം. എന്നെ അപേക്ഷിച്ച്, റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറയും. എന്നെ അപേക്ഷിച്ച് അത് സത്യമാണെന്നർത്ഥം. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ അവിടെ സമ്മർ സീസൺ, സമ്മർ എന്ന് പറഞ്ഞാൽ ചൂടാന്ന് പറയാം അവർ. നമ്മളവിടെ ചെന്ന് നോക്കിയാൽ ഭയങ്കര തണുപ്പായിരിക്കും. 10 ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല സമ്മറായി തോന്നും. നമുക്കവിടെ 10 ഡിഗ്രിയിൽ ചെന്നാൽ ഭയങ്കര തണുപ്പായി തോന്നും. അപ്പോൾ അത് നമ്മളെ അപേക്ഷിച്ച് അങ്ങനെ, അവരെ അപേക്ഷിച്ച് അങ്ങനെ. അപ്പോൾ റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറയും, ആപേക്ഷിക സത്യം. ഇതാണ് സത്യം എന്നുള്ളത്. ഋതം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ട്രൂത്ത് എന്നാണ്. പാരമാർത്ഥിക സത്യം എന്നുള്ളതിനെയാണ് ഋതം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിച്ചത്. പാരമാർത്ഥിക സത്യം എന്താണ്? പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നീണ്ട ആൾ എന്ന് പറഞ്ഞു, മറ്റേ ആൾ കുറിയ ആൾ എന്നും പറഞ്ഞു. പരസ്പരം വിപരീതമാണ് 2 പ്രതിപാദനം. ഒരാളെങ്ങനെയപ്പോൾ ഒരേ സമയത്ത് നീണ്ട ആളാവുക, കുറിയ ആളാവുക? അയാൾ അപേക്ഷിച്ച് കുറിയ ആൾ, എന്നെ അപേക്ഷിച്ച് നീണ്ട ആൾ. പക്ഷേ പാരമാർത്ഥിക സത്യത്തിൻ്റെ ഭാഷ എങ്ങനെ സംസാരിക്കുക? ആ മനുഷ്യന് 7 അടി പൊക്കമാണ് എന്ന് പറഞ്ഞാൽ 5 അടിക്കാരൻ പറഞ്ഞതും ശരിയാണ്, 8 അടിക്കാരൻ പറഞ്ഞതും ശരിയാണ്. 8 അടിയുള്ള ആളോട് ചോദിക്കുകയാണ് അയാളെ പൊക്കത്ര? 7 അടി. 6 അടി പൊക്കമുള്ള ആളോട് ചോദിക്കുക അയാളുടെ പൊക്കത്ര? 7 അടി. 2 പേരും ഒന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ലണ്ടനിൽ സമ്മർ സീസണിൽ നല്ല തണുപ്പാണ്, മറ്റേ അവർ പറയാം നല്ല ചൂടാണ്. നേരെ മറിച്ച് ലണ്ടനിലെ സമ്മർ സീസണിൽ 10 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ മറ്റേ ആളും അത് തന്നെയാണ് പറയാനുള്ളത് അദ്ദേഹത്തിന്. അപ്പം എല്ലാ കാലത്തും എല്ലാ ദേശത്തുമുള്ള നാനാതരത്തിലുള്ള ആളുകൾ ഒരേ അനുഭവത്തിലെത്തുമ്പോൾ കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ
അതിൻ്റെ ഭാഷ പറയുമ്പോൾ ഒരു കാലത്തും ഒരു ദേശത്തും അത് ഭിന്നമായിട്ടുള്ളൊരു അഭിപ്രായത്തെ തോന്നിപ്പിക്കില്ല. അങ്ങനെയുള്ള ഇതിനെ പാരമാർത്ഥിക സത്യം എന്ന് പറയും. പാരമാർത്ഥിക സത്യം, അബ്സല്യൂട്ട് ട്രൂത്ത്, അതിനെയാണ് ഋതം എന്ന് പറയും. ഋതം വദിഷ്യാമി, സത്യം വദിഷ്യാമി. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യമാണ്, ഋതം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സത്യമാണ്, അബ്സല്യൂട്ട് ട്രൂത്ത്. അപ്പോൾ പാരമാർത്ഥിക സത്യത്തിൻ്റെതായ ഒരു ബുദ്ധിയാണ് ഋതം ഭരാബുദ്ധി എന്ന് പറയുന്നത്. ഋതം സത്യസ്വരൂപമായ ബുദ്ധിക്കാണ് ഋതം ഭരാബുദ്ധി എന്ന് പറയാം. ഇനി ഈ ഋതം ഭരാബുദ്ധി എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്ന് നോക്കുകയാണ്. മഹാത്മാക്കളായുള്ള ആളുകൾ അവരവരുടെ സാധന തുടർന്നു കൊണ്ടേ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ അവർക്ക് പുഴുവിന് പൂപ്പദശയിൽ കൂടി കടന്നു പോകുമ്പോൾ ചിറക് മുളച്ച് പൂമ്പാറ്റിയാകുന്നത് പോലെ ഏതോ ഒരു ദശയിൽ കൂടി കടന്നു പോയാൽ അവരുടെ ഈ പ്രകൃതം മാറി. അതുവരെയുള്ള ആളുകളല്ല. പിന്നെ വെങ്കട്ടരാമൻ രമണ മഹർഷിയായി, നാണു നാരായണ ഗുരുവായി, ചട്ടമ്പി സ്വാമികളായി, കുപ്പുസ്വാമി ശിവാനന്ദ സരസ്വതിയായി ഒക്കെ മാറ്റപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിച്ചു അവർക്ക് നോക്കിയാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ടോട്ടലായിട്ടൊരു ചേഞ്ച്. ആദ്യം അദ്ദേഹത്തിന് എന്തൊക്കെ നിന്ദ്യവും നീചമായി തോന്നിയിരുന്നു അതൊന്നും പിന്നെ അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹത്തിന് വെറുപ്പുണ്ടായിരുന്നവരോടൊന്നും പിന്നെ വെറുപ്പില്ല. ആകെ വ്യത്യാസം വന്നു. ഈ വ്യത്യാസം ഒരവസ്ഥയ്ക്ക് ശേഷമാണ്. ഈ അവസ്ഥ എവിടെയാണ് വന്ന് ഭവിക്കുന്നത് നോക്കിയാൽ പതഞ്ജല യോഗസൂത്രത്തിൽ അതിൻ്റെ ശരിയായിട്ടുള്ളൊരു വിവരണം അത് എടുത്ത് കാണിക്കുന്നതായിട്ടുള്ള ഭാഗം കാണാം. നമ്മൾ ശങ്കര ഭഗവത്പാദർ കലിയുഗ ആചാര്യനാണ്, യുഗാചാര്യന്മാർ. സത്യയുഗത്തിൽ, അതായത് കൃതായുഗത്തിൽ സത്യാചാര്യനാണ് യുഗാചാര്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ യുഗത്തിലോ ത്രേതായുഗത്തിൽ ദത്താചാര്യരാണ് യുഗാചാര്യൻ എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ വ്യാസാചാര്യരാണ് യുഗാചാര്യൻ എന്ന് പറയുന്നത്. കലിയുഗത്തിൽ ശങ്കരാചാര്യരാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ശങ്കരാചാര്യർ ഏത് ഗ്രന്ഥങ്ങളിലും ഏത് ശാസ്ത്രത്തിലും സംശയം വരുന്ന സമയത്ത് ശങ്കര ഭഗവത്പാദർ എന്ത് പറഞ്ഞു നോക്കിയിട്ടാണ് നമ്മൾ നിർണയിക്കുക, സത്യം നിർണയിക്കുക. കാരണം യുഗാചാര്യൻ അദ്ദേഹമാണ്. ശങ്കരാചാര്യരിപ്പോൾ ഈ കലിയുഗത്തിൽ 4,30,000 വർഷമുണ്ട്. അതിലിപ്പോൾ 5000 ചില്ലാനേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി എത്ര കഴിയാനുണ്ട്? അത്രയും കാലത്തേക്ക് ഈ ശങ്കരനാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാണ് പറയുന്നത്. കലോ കേവലം ശങ്കര സ്വയം എന്നാണ്. കലികാലത്ത് സാക്ഷാൽ ശങ്കര ഭഗവാൻ തന്നെയാണ് കലിയുഗാചാര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ കലിയുഗാചാര്യൻ്റെ അദ്വൈത പ്രതിപാദനം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്രയത്തിലെ ഭാഷ്യത്തിലൂടെ മെല്ലെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആ അന്തസാരം തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അത് കുശാഗ്ര ബുദ്ധിശാലികളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഉടനെ തന്നെ മോക്ഷം എന്താണെന്ന് വ്യക്തമായി മോക്ഷസ്വരൂപികളെ ബ്രഹ്മയവ അഹം, ഞാൻ ബ്രഹ്മം മാത്രമാണ്, നമ സച്ചിദാനന്ദ ലക്ഷണം, മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ് സച്ചിദാനന്ദ ലക്ഷണത്തോടു കൂടിയ ബ്രഹ്മം മാത്രമാണ് ഞാൻ എന്ന ബോധം അപ്പം തന്നെ തെളിയുന്നതാണ്. പക്ഷേ ഭഗവത്പാദർ പറഞ്ഞു അല്പബുദ്ധി അഗമ്യം. അല്പബുദ്ധികൾക്ക് ഇത് അഗമ്യമാണ്, അല്പബുദ്ധികൾ ഇങ്ങോട്ട് കിടക്കണ്ട എന്ന് അദ്ദേഹം തന്നെ പറയുണ്ടായി. കാരണം എന്താ വെച്ചാൽ അല്പം മതി തെറ്റിദ്ധാരണയ്ക്ക്. ക്ഷുരസ്യധാര പറഞ്ഞ് ഈ റേസറിൻ്റെ എഡ്ജിൻ്റെ മേലെ കൂടെ നടക്കുന്നത് പോലെ അത്രയും ക്ലിഷ്ടമാണെന്നാണ്, വളരെ പ്രയാസമാണ്. അല്പം ഒന്ന് ഒരു ആംഗിൾ തെറ്റി, സങ്കല്പത്തിന് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ വസ്തുത മാറിപ്പോവും. നമ്മൾ ധരിച്ചത് മുഴുവൻ പാടെ അബദ്ധയടിലായി മാറാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ടേണിംഗ് പോയിന്റിൽ 1 ഡിഗ്രി വലത്തോട്ട് ചെരിഞ്ഞാൽ എത്തുന്നത് എത്രയോ ഭിന്നമായിട്ടൊരു സ്ഥലത്തായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം അങ്ങനത്തെവർക്ക് വേണ്ടി മറ്റ് ശാസ്ത്രങ്ങളൊക്കെ അദ്ദേഹം അംഗീകരിച്ചില്ല എന്നില്ല. എന്നാൽ ഈ സർവജ്ഞപീഠം കയറാൻ പോയ സമയത്ത് അദ്ദേഹം കണാദന്മാരെ, പാതഞ്ജല യോഗ സൂത്രത്തിൻ്റെ ആളുകളെ ഒക്കെ, കർമ്മികളെ മുഴുവനും തോൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കാറുണ്ട്. തോൽപ്പിച്ചു എന്നല്ല, വാസ്തവത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക എന്താണ്, അദ്വൈതം സ്ഥാപിക്കുന്നതിൽ ശങ്കരാചാര്യർ വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്വൈതത്തെ സ്ഥാപിച്ചു. അദ്വൈതം സ്ഥാപിക്കപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ന്യായയുക്തികൾ മുഴുവൻ അത് ശരിയാണ് എന്ന് പാതഞ്ജലകാരന്മാർ അംഗീകരിച്ചു. അത് ശരിയാണ്, നിങ്ങളെപ്പറയുന്നത് വളരെ ശരിയാണ്.
കാരണം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാണാതന്മാരും അതേമാതിരി തന്നെ. അവരോട് തർക്കിച്ച സമയത്ത് ഇങ്ങനെയാണ് അങ്ങ് പറയുന്നതെങ്കിൽ ആ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, ആ തെറ്റില്ല, അത് ശരിയാണെന്ന് അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. ഇവരെ കൊണ്ട് മുഴുവനും ഈ അദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിപ്പിക്കുകയാണ് ചെയ്തത്. അംഗീകരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് അവരെ കൊണ്ട് പറയിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ വാദമുഖങ്ങൾ മുഴുവൻ പൊളിഞ്ഞുപോയി തെറ്റാന്ന് സ്ഥാപിച്ചു എന്നല്ല അർത്ഥം വരുന്നത്. അങ്ങനെയല്ല അർത്ഥം വരുന്നത്. അപ്പം എന്നോടൊരാൾ പറയാണ് സിംഹത്തിന് തന്നേക്കാൾ ശക്തിയുണ്ട്, അതിനുള്ള തെളിവുകളൊക്കെയാണ്. ഒരു കാട്ടുപോത്തിനെ 2 കൈകൊണ്ട് പിടിച്ച് അവിടെ വെച്ചാൽ കാട്ടുപോത്ത് അനങ്ങാൻ കഴിയില്ല. നേരെ മറിച്ച് നിങ്ങൾ അതിൻ്റെ മേലെ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ തട്ടിത്തെറിപ്പിച്ച് വളരെ ദൂരത്തിലേക്ക് എറിയാനുള്ള കഴിവ് അതുണ്ട്. അതുകൊണ്ട് സിംഹത്തിന് നിങ്ങളെക്കാൾ ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കും. സമ്മതിച്ചതോടുകൂടി സിംഹത്തിൻ്റെ ജീവിതവും കാട്ടുപോത്തിൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്തി എൻ്റെ ജീവിതം അസാധു എന്ന് വരുന്നില്ല. അപ്പോൾ കണാദന്മാരുടെ അണുവാദത്തിന് പ്രസക്തി ഇല്ലാതാവുകയല്ല ചെയ്തത്. കണാദന്മാർക്കും അദ്ദേഹം പറയുന്ന അദ്വൈത സിദ്ധാന്തം സമ്മതമായി എന്നർത്ഥം. പറഞ്ഞാൽ അത് പോയി എന്നുള്ളതല്ല. അപ്പം അടുത്ത വീട്ടിലെ കുട്ടിക്കാണ് നിങ്ങളെ കുട്ടിയേക്കാൾ മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിയെ നമ്മൾ ഒഴിവാക്കുക എന്നർത്ഥത്തിലോ അല്ല ഇനി മേലിൽ ഈ കുട്ടിയെ ഞാൻ എൻ്റെ കുട്ടിയെന്ന് വിളിക്കില്ല, ഈ കുട്ടിയെ കൊണ്ട് എനിക്ക് ഇനി യാതൊരു പ്രയോജനമില്ല എന്നൊന്നും അർത്ഥം വരുന്നില്ല. അപ്പം അതുകൊണ്ട് കാണാതന്മാരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുകയല്ല, കാണാതന്മാരെയും അദ്വൈതത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നർത്ഥം. അപ്പം കാണാത സിദ്ധാന്തത്തിലും ആത്യന്തികമായി കണാദന്മാരന്വേഷിക്കുന്നത് അദ്വൈത സിദ്ധാന്തത്തെ തന്നെയാണ്. അദ്വൈത സിദ്ധാന്തത്തെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ് പരിപൂർണ മോക്ഷം എന്ന് പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ഈ ശാസ്ത്രത്തിൻ്റെ പരമോന്നത അവസ്ഥ അദ്വൈതമാണ് എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക ചെയ്യണം. ആ ശാസ്ത്രത്തെ നിരാകരിക്കുകയല്ല. പാതഞ്ജല യോഗസൂത്രത്തിലും അതേ വരും. പാതഞ്ജല യോഗസൂത്രത്തിൽ കേവലഭാവം ആപേക്ഷിക ഭാവം 2 ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കേവലഭാവം ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണ്? നിങ്ങളുടെ ഈ കേവലഭാവം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈശ്വരൻ എന്നുള്ളതിന് പതഞ്ജലി മഹർഷി നിർവചനം പറഞ്ഞ ക്ലേശ കർമ്മ വിഭാഗ ആശയ അപാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര എന്ന്. ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം മുതലായവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷത്തെ ഈശ്വരൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം. പതഞ്ജലി മഹർഷി പറഞ്ഞു. ക്ലേശം എന്ന് പറഞ്ഞാൽ അവിദ്യ, അസ്മിത, അസ്മിത, കാലം, ദേശം. അതായത് അസ്മിത, അവിദ്യ എന്ന് പറഞ്ഞാൽ അനിത്യമായതിൽ നിത്യത്വത്തെ ആരോപിക്കുക, അശുചിയായതിൽ ശുചിത്വത്തെ ആരോപിക്കുക, പിന്നെ താൽക്കാലികമായത് സ്ഥിരമാണ് തെറ്റിദ്ധരിക്കുക. ഇതൊക്കെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ. പിന്നെ അസ്മിത എന്ന് പറഞ്ഞാൽ അഖണ്ഡമായിട്ടുള്ളതിനെ ഖണ്ഡമായി ധരിക്കുക. അങ്ങനെ അവിദ്യ, അസ്മിത. രാഗം, സുഖാനുശയി രാഗം, ഇതിൽ നിന്ന് സുഖം കിട്ടുമെന്ന് വിചാരിച്ച് ഭ്രമിക്കുക. ദ്വേഷം, ഇതിൽ നിന്ന് ദുഃഖം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒഴിവാക്കുക. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, എടുത്തിയാട്ടം. ഇതും പിന്നെ ഇതിനാണ് ക്ലേശം എന്ന് പറയുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മം, പാപകർമ്മം, പുണ്യപാപ മിശ്രകർമ്മം, പുണ്യപാപരഹിത കർമ്മം. ഈ 4 തരത്തിലുള്ള കർമ്മങ്ങൾ. പിന്നെ കർമ്മ ആശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം, കർമ്മ വിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലം. അപ്പം കർമ്മഫലമായിട്ടുള്ള കർമ്മവിഭാഗവും കർമാശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരവും പുണ്യകർമ്മം, പാപകർമ്മം, പുണ്യപാപ മിശ്രകർമ്മം, പുണ്യപാപരഹിത കർമ്മം, ഇതും ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം. അപ്പം ഈ 4 ക്ലേശം എന്ന് പറഞ്ഞാൽ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷ, അഭിനിവേശം. ഇതൊന്നും ഇല്ലാത്ത, ഇതിൻ്റെ ഒന്നും ബാധയില്ലാത്ത പുരുഷവിശേഷ ഈശ്വരൻ എന്നാണ് പതഞ്ജലി മഹർഷി നിർവചിച്ചിരിക്കുന്നത്. ശങ്കര ഭഗവത്പാദർ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപ ഈശ്വര എന്നാണ്. കാമകർമ്മ വാസനാശ്രയ ലിംഗം ജീവ എന്നും പറയുന്നത്. അപ്പം ഈശ്വരൻ്റെ നിർവചനം ശങ്കര ഭഗവത്പാദർ പറഞ്ഞതും പതഞ്ജലി മഹർഷി പറഞ്ഞതും നമ്മൾ എഴുതിയിട്ട് ശരിക്ക് പരിശോധിച്ച് നോക്കാൻ ഒരേ അർത്ഥത്തിലേക്കാണ്. ഈ പ്രാതിഭാസിക ലോകത്തിൻ്റെ യാതൊന്നിനെ അംഗീകരിക്കാത്ത, ഇതിൽ നിന്നൊക്കെ അതീതമായിട്ടുള്ള, ഏകമായിട്ടുള്ള, നിർഗുണമായിട്ടുള്ള ഒരവസ്ഥ എന്ന് തന്നെയാണ്. പക്ഷേ പ്രജ്ഞാസ്വരൂപിയാണെന്ന് പറയുന്നു 2ലും. അതുകൊണ്ട് പതഞ്ജലി മഹർഷി പറഞ്ഞതിനെ നിരാകരിക്കുക, അതോടുകൂടി അത് അസാധുവായി പോവുകയല്ല ചെയ്യുന്നത്. പതഞ്ജല യോഗസൂത്രത്തിൻ്റെ അത്യന്തികമായ ലക്ഷ്യം, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ അദ്വൈതം തന്നെയാണ്. പരമായിട്ടുള്ള മോക്ഷം എന്ന് പറഞ്ഞാൽ അദ്വൈതമാണെന്ന്, അതിൽ കൂടി അതിൻ്റെ പരമായിട്ടുള്ള ലക്ഷ്യം ഇത് തന്നെയാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ ശങ്കര ഭഗവത്പാദർ
വിജയിച്ചു എന്നർത്ഥം. അപ്പം അങ്ങനെ ഓരോന്നും ഇപ്പം ന്യായം, ഗൗതമ മുനിയുടെ ന്യായശാസ്ത്രമാണെങ്കിലും ശരി, അതിലും അതെ, ഏത് ന്യായപ്രകാരമാണ് ഇതിൻ്റെയൊക്കെ ഈ പ്രതിഭാസങ്ങളുടെയൊക്കെ ഈ ഘടന എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അദ്വൈതം സാക്ഷാത്കരിക്കൽ തന്നെയാണ് എന്ന് അവർക്കും ബോധ്യപ്പെടേണ്ടി വന്നു ശങ്കര ഭഗവത്പാദരുടെ ഇത് കേട്ട സമയത്ത് നിന്നാണ്. മഴ പെയ്തപ്പോൾ എല്ലാ കൃഷിക്കാർക്കും അവരവരുടെ വിളവ് നല്ലോണം തഴച്ച് വളരാനും അതിൽ എത്ര കണ്ട് വിളവുണ്ടാവുമോ അത്രയും ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി മഴ പെയ്തപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അദ്വൈത സിദ്ധാന്തത്തിൻ്റെ വെളിപാടോടുകൂടി സർവജ്ഞപീഠം കയറുന്ന സമയത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന സകല ആളുകൾക്കും അവരവരുടെ താത്വികമായ ഈ വിശകലനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അതിൻ്റെ സാക്ഷാത്കാരം എവിടെയാണ് എന്താണെന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ നിങ്ങളുടെ ശാസ്ത്രമൊക്കെ അസാധുവാണ് എന്ന് പറഞ്ഞ് തള്ളുകയല്ല ചെയ്യും. കാരണം ഭഗവത്പാദരുടെക്ക് ശേഷവും ഈ ശാസ്ത്രങ്ങളൊക്കെ ഇന്നും അതേമാതിരി നിൽക്കുന്നു. പിന്നെ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം എന്ന് പറഞ്ഞാൽ അതിൽ 4ാമത്തെ അധ്യായമായിട്ടുള്ള കൈവല്യപാദം വായിച്ചു നോക്കിയാൽ സർവ്വ വേദാന്തവും 34 സൂത്രത്തിൽ അതിമനോഹരായി ചുരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ 195 സൂത്രത്തിൽ സർവ്വശാസ്ത്രങ്ങളിൽ ഒതുക്കി വെച്ച ഒരു സംഭവം ലോകത്തുണ്ടായിട്ടുണ്ടോ സംശയമാണെന്ന് വലിയ വലിയ മഹാത്മാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു വെച്ച ആളാരാണ്? പതഞ്ജലി മഹർഷി. പതഞ്ജലി മഹർഷി എന്ന് പറഞ്ഞാൽ ആരാണ്? 2 പതഞ്ജലി മഹർഷിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പാണിനി സൂത്രത്തിന് ഭാഷ്യം എഴുതിയ പതഞ്ജലി മഹർഷി, അദ്ദേഹം അല്ല ഈ പതഞ്ജലി യോഗസൂത്രത്തിൻ്റെ കർത്താവ് എന്ന് ഹിമാലയൻ മാസ്റ്റേഴ്സിൻ്റെ ബുക്കിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഇളാവൃതം എന്ന് പറഞ്ഞ് 8 ദിവ്യമണ്ഡലങ്ങളുണ്ട്. അതിലെ ഒന്നാണ് ഇളാവൃതം. ആ ഇളാവൃതത്തിൽ നിന്ന് അവതാരം ചെയ്ത ഒരു ജന്മന ജ്ഞാനിയായിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു പതഞ്ജലി മഹർഷി എന്നാണ്. അദ്ദേഹം വടക്കേ സുമേരുവിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ പൊത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. വളരെ ശോഭ, കണ്ണൊക്കെ വളരെയധികം തിളങ്ങുന്ന ഒരു കുട്ടി. അതിൻ്റെ പേര് ലോലുപ എന്നായിരുന്നു. അതിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് വടക്കേ സുമേരുവിൽ വെച്ചിട്ട്. ബോധഭദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ഒരു യാഗം നടത്തി. യാഗം നടത്തുന്ന സമയത്ത് ഗ്രാമീണവാസികളൊക്കെ വന്ന് അദ്ദേഹത്തെ പരിഹസിച്ച സമയത്ത് അദ്ദേഹം വായ തുറന്ന് അതിൽ നിന്ന് അഗ്നിയെ വമിപ്പിച്ച് അവരൊക്കെ ചാമ്പലായി പോയതിൽ നിന്നാണ്. അങ്ങനെ അദ്ദേഹം കാശ്മീർ ദേശത്തിലേക്ക് സഞ്ചരിച്ചതായുള്ള കഥകളൊക്കെ കാണാനുണ്ടെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള പതഞ്ജലി മഹർഷി എഴുതിയതാണ് ഈ പാതഞ്ജലി യോഗസൂത്രം എന്ന് പറയുന്നത്. 4 അധ്യായങ്ങളാണ്. ആ 4 അധ്യായത്തിലായിട്ട് സർവ്വശാസ്ത്രം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സൈക്കിക് പവേഴ്സിൻ്റെ 10-70ഓളം റെഫറൻസസ് അതിലുണ്ട്. സൈക്കിക് എന്തെല്ലാം മനസ്സിൻ്റെ സാധാരണ വൈഭവങ്ങളുണ്ടോ അത് മുഴുവൻ വർണ്ണിച്ചുകൊണ്ടുള്ളതായ സിദ്ധികളുടെ വർണ്ണന മുഴുവൻ അതിലുണ്ട്. അപ്പോൾ 1ാമത്തെ അധ്യായത്തിൽ സമാധിപാദമാണ്. അതായത് മനസ്സിനൊരു ബാലൻസ് വരാൻ എന്തൊക്കെ അറിഞ്ഞാലാണ് ആവുക, അത്രയും അറിവിനെയാണ് 51 സൂത്രങ്ങളിലായിട്ട് വെച്ചിരിക്കുന്നത്. 2ാമത്തെ അധ്യായമായിട്ടുള്ള സാധനാപാദം 55 സൂത്രങ്ങളാണ്. അതായത് എന്തെല്ലാം സാധന, ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡ് കൊണ്ട് സമനിലയിലെത്തിയുള്ള ഒരു മനസ്സുകൊണ്ട് എന്തെല്ലാം സാധന ചെയ്യാൻ പറ്റും, ആ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണ് അതിൽ. 3ാമത്തെ അധ്യായം വിഭൂതിപാദം. വിഭൂതിപാദം എന്ന് പറഞ്ഞാൽ ഈ സാധന ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം അസാധാരണമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉള്ളിലുണ്ടാവുക, അതിനെ മുഴുവൻ ഹൈലൈറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്തായിരിക്കണം എന്നും പറയാണ്. കാരണം അതിൽ അല്പമെങ്കിലും ഭ്രമിച്ചു പോയാൽ നമ്മളുടെ പുരോഗതി അതോടുകൂടി എന്നേക്കുമായിട്ട് മുരടിച്ചു പോകും എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ആ വാണിംഗ് തരാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം വർണ്ണിച്ച് എന്ന് പറയാണ്. മോനെ പറഞ്ഞയക്കുന്ന സമയത്ത്, നിങ്ങൾ പോണ സമയത്ത് മോനെ 2ാമത്തെ വീടിൻ്റെ മുമ്പിൽ ഒരു പട്ടി ഉണ്ടാവും. അത് കുരച്ച് ചാടും, പക്ഷേ ചങ്ങലൊക്കെ ഇട്ടുണ്ടായിരിക്കും. അതിനൊരിക്കലും അവർ വിടാറില്ല. അതുകൊണ്ട് അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു മൂരി ഉണ്ടാവും, ഒരു കാള. ആ കാള ഇങ്ങനെ നിൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന മാതിരി തോന്നും, പക്ഷേ ആ കാളയ്ക്ക് ഭയങ്കര പേടിയാണ് മനുഷ്യരെ. കുറേ ഇങ്ങ് വരെ വന്നിട്ട് അങ്ങോട്ട് തന്നെ ഓടിപ്പോകുന്നു കാണാം. ഒരാളെയും അത് കുത്താൻ വരില്ല, പക്ഷേ അഭിനയിക്കുകയുള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ചങ്ങ് പോകുന്ന സമയത്ത് നായ്ക്കൾ ഓടിക്കളിക്കുന്നു കാണും. ആ നായ്ക്കളൊക്കെ ഇണക്കുള്ള നായ്ക്കളെ മനുഷ്യരോട് വളരരുത്, ഒരിക്കലും കടിക്കില്ല, പേടിക്കേണ്ട. ഓടി വന്ന് മേലൊക്കെ ചാടി കളിച്ചു എന്ന് വരും. അത് നിന്നെ കളിക്കാൻ കൂട്ടാൻ വേണ്ടിയാണ്, പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അതിലൊന്നും പേടിക്കാതെ ഭ്രമിക്കാതെ യാത്ര മുടങ്ങാതിരിക്കുക. ഇതുപോലെ പോകുന്ന വഴിക്ക് ഓരോ സിദ്ധികൾ തലപൊക്കുന്ന സമയത്ത് അതിൽ ഭ്രമിച്ച് അത് ബാക്കിയുള്ളവർ മുമ്പിൽ പ്രകടിപ്പിച്ച് അവരുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി വലിയൊരാളായിട്ട് സ്വയം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മനസ്സിലെ അസാധാരണ ഫിനോമിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറയാണ്. അപ്പം അങ്ങനെയുള്ളതായ പതഞ്ജലി മഹർഷി അവസാനത്തെ അധ്യായത്തിൽ എന്താണ്? കൈവല്യപാദം. കൈവല്യപാദം എന്ന് പറഞ്ഞാൽ ഏതൊന്നിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, ഏതൊന്നിനെ ആശ്രയിച്ചതൊക്കെ നിലനിൽക്കുന്നു, ഏതൊന്നിലെല്ലാം വിലയം പ്രാപിക്കുന്നു, അതെന്താണ്, അതിൻ്റെ സ്വരൂപം എന്താണ്, അതാണ് ഞാൻ
കേവലമായിട്ടുള്ള വസ്തു, മറ്റൊന്നിനോടും അപേക്ഷയില്ലാത്ത കേവലമായ വസ്തു, ഒറ്റയ്ക്ക് താൻ എലോൺനെസ് എന്ന അവസ്ഥ എന്താണ് എന്ന് തെളിയിക്കുകയാണ്. വേദാന്തത്തിൻ്റെ ശുദ്ധമായുള്ള വേദാന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശാസ്ത്രത്തെ നിരാകരിക്കാൻ അങ്ങനെ കഴിയില്ല. പലവരും ഈ ശൂന്യവാദത്തെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നത് പോലെ, ശൂന്യം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്നുള്ള അർത്ഥത്തിലല്ല എന്നുള്ളത് പറയുന്ന പോലെ, ഇതിലും പതഞ്ജലി യോഗസൂത്രത്തെക്കുറിച്ചൊക്കെ പലരും മൂർഖവത് ത്യജേതെന്ന് ഭഗവത്പാദർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഭഗവത്പാദർ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതിയതാരാണ്? വിദ്യാരണ്യ സ്വാമികൾ എഴുതിയതാണ്. അത് ഭഗവത്പാദരുടെ കാലം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അപ്പം അതിൻ്റെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം ശാസ്ത്രങ്ങൾ മാറ്റി എഴുതിയിട്ടുണ്ടാവും, ആരക്കഥയിൽ എന്തൊക്കെ തിരികെ വെച്ചിട്ടുണ്ടാവും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി, ഏത് ശാസ്ത്രം കണ്ടാലും യുക്തിയുക്തമാണോ എന്ന് നോക്കി, യുക്തിയുക്തമാണെങ്കിൽ ബാലകാദപി, കുട്ടി പറഞ്ഞതാണെങ്കിലും ആര് പറഞ്ഞു നോക്കാതെ വിശ്വസിച്ചുകൊള്ളാന്ന്. അന്യതൃണവേത്യാജ്യം അഭ്യുക്തം പത്മജന്മന, ബ്രഹ്മാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞാലും യുക്തിഹീനമാണെങ്കിൽ പുല്ലുപോലെ തള്ളിക്കളയണം. ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ ആദ്യം തന്നെ നമുക്ക് വരുന്ന നിർദ്ദേശം. അതുകൊണ്ട് പാതഞ്ജലി യോഗസൂത്രത്തെ നമ്മൾ സ്വതന്ത്രമായി വിലയിരുത്തി നോക്കിയാൽ ഒരു സമ്പൂർണ്ണ ശാസ്ത്രമാണ്. അല്ലാതെ ഷഡ്ദർശനങ്ങളിൽ ഒരു പടി മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് സമ്പൂർണ്ണ ശാസ്ത്രങ്ങളാണ്. ഗൗതമ മുനിയുടെ ന്യായശാസ്ത്രം നോക്കിയാൽ സമ്പൂർണ്ണ ശാസ്ത്രമാണ്. കണാദൻ്റെ അണുവാദം ഈ ക്വാർക്ക് തിയറി വന്നതിന് ശേഷം വളരെയധികം സമ്പൂർണ്ണമാണ്. എല്ലാം സമ്പൂർണ്ണ ശാസ്ത്രം. അപ്പോൾ 6 ways ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, അതിനെ നോക്കിക്കാണുന്ന 6 രീതികൾ, അതായത് ദൃശ്യങ്ങളെ നോക്കിക്കാണുന്ന 6 രീതികളാണ്. അപ്പോൾ ഈ നോക്കിക്കാണുന്ന ആൾ എന്നതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. അവിടെ ഭഗവത്പാദരുടെ അദ്വൈത സിദ്ധാന്തമാണ്. അദ്വൈത സിദ്ധാന്തം നമ്മൾ ശരിക്കും ഗ്രഹിക്കുകയാണെങ്കിൽ ഇതിനെ മുഴുവൻ തള്ളാം നമുക്ക്. ഗ്രഹിച്ച ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും ആവശ്യമില്ല എന്നർത്ഥം. ഊണ് കഴിഞ്ഞ് വിശപ്പ് മാറിയ ആളെ സംബന്ധിച്ച് ആ ഇലയും ബാക്കിയുള്ള ചോറും കറികളൊക്കെ അപ്രസക്ത എന്ന് പറയുന്നത് പോലെ ആ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ജ്ഞാതേ തത്വേ കാ സംസാരം. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്ന ലോകത്തിൽ നമ്മൾ മഹാരാജാവായിരുന്നു, എന്തെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു അത് മുഴുവൻ അസാധുവായി പോകുന്നത് പോലെ അദ്വൈത ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ ധർമ്മത്തിൻ്റെ 4 അവസ്ഥയിൽ 4ാമത്തെ അവസ്ഥ പറഞ്ഞതുപോലെ തിരിച്ച് ഉള്ളതായി വിവേചിച്ച് അറിയുന്നതായ ആ അറിവിനെ അങ്ങ് തള്ളി എല്ലാം ഏതൊന്നിലായിരുന്നു, ഏതൊന്നിനെ ആശ്രയിച്ചാണ് ബാക്കിയെല്ലാം നിലനിന്ന്, ഏതൊന്നിനെ ഒന്നും തന്നെ ആ ഒന്ന് ആശ്രയിച്ചില്ലയോ അതിനെ സംബന്ധിക്കുന്ന അത് ഞാനാന്ന് അറിയുന്ന സമയത്ത് ഭേദബുദ്ധി മുഴുവൻ അപ്രത്യക്ഷമായി പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയാൽ പിന്നെ കണാദൻ്റെ അണുവാദവുമില്ല, ഗൗതമ മുനിയുടെ ന്യായശാസ്ത്രവുമില്ല, പതഞ്ജലിയുടെ യോഗസൂത്രമില്ല, ഉദ്വസ്തുവില്ല. കാരണം എന്തെങ്കിലും ഒരു സാധന ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു കർമ്മമാണ്. ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കർമ്മം ചെയ്യുക. കർമ്മം ചെയ്ത് നേടേണ്ടതൊന്നും സത്യമല്ല, അസത്യമാണെന്നാണ്. അതിന് പ്രമാണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മബോധം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവിരോധിതയാ കർമ്മ ന അവിദ്യാം വിനിവർത്തയേ അവിദ്യാം നിഹന്തിയേവ തേജസ്തിമിര സംഘവത് എന്നാണ്. അതായത് അജ്ഞാനിയും കർമ്മവും തമ്മിൽ യാതൊരു വിരോധമില്ല, ചങ്ങാതിമാരാന്നാണ്. കർമ്മം എങ്ങനെ ചെയ്താലും അജ്ഞാനത്തെ നിലനിർത്താനേ നോക്കുള്ളൂ. അജ്ഞാനം എങ്ങനെ നോക്കിയാലും കർമ്മത്തെ നിലനിർത്താനേ നോക്കുള്ളൂ. കാരണം അജ്ഞാനത്തിന് കർമ്മം വേണം, കർമ്മത്തിന് അജ്ഞാനം വേണം. അവരത്രയും കൂട്ടുകാരാണ്. പിന്നെ ഈ ഒരാളെ പിടിച്ച് മറ്റയാളെ ഇല്ലാതാക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കുമോ? അവിരോധിതയാ, അവർ തമ്മിൽ വിരോധികളല്ല എന്ന കാരണത്താൽ ഞാൻ അവിദ്യാം വിനിവർത്തി, അവിദ്യ ഒരിക്കലും ഇല്ലായ്മ ചെയ്യില്ല ആര് കർമ്മം. വിദ്യ അവിദ്യ, പക്ഷേ അവിദ്യയുടെ ഒന്നാന്തര ശത്രു വിദ്യയാണ്. ആ വിദ്യയെ കൂട്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അവിദ്യയെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെയുള്ള പതഞ്ജലി മഹർഷിയുടേതായിട്ടുള്ള അപ്പോൾ അങ്ങ് അദ്വൈതത്തിൽ കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ്. പക്ഷേ ഈ നമ്മൾ ആപേക്ഷിക സത്യത്തിലിരിക്കുന്ന ആളുകളാവുകൊണ്ട് നമുക്ക് മാനസിക തലത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പം ഞാനിപ്പോഴും ആത്മാവാണല്ലോ, എൻ്റെ കുട്ടിക്ക് തീരെ സുഖമല്ല, ആ കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു, അത് തീരുന്നവരെ എനിക്ക് ഒരു സമാധാനമില്ല. അവിടെ സമാധാനിക്കാൻ എന്താ വേണ്ടത്? അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് അതിപ്പോൾ നമുക്ക് പ്രയോഗമല്ല. അഹം ബ്രഹ്മാസ്മി ആയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കൂടെ പോവില്ല, ആസ്പത്രി പോവില്ല, എന്ത് കുട്ടി എല്ലാം പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആപേക്ഷിക തലത്തിലാവുകൊണ്ട് ആപേക്ഷിക തലത്തിൽ ആകെ വേവലാതിപ്പെടുന്ന മനസ്സിന് സമാധാനത്തിന് ചില മാർഗങ്ങൾ വേണം. ആ മാർഗങ്ങളാണ് ആപേക്ഷിക തത്വത്തിലുള്ളതായ ശാസ്ത്രവിധികളൊക്കെ നമുക്ക് ഉപദേശം തരുന്നത്. ഇപ്പോൾ പ്രാണായാമം കൊണ്ട് മനസ്സ് ലയം പ്രാപിച്ചു എന്ന് വയ്ക്കുക. പ്രാണായാമം കൊണ്ട്
അതായത് മനോ ലീയതയെ തത്ര പ്രാണസ്തത്ര ലീയതേ പവനോ ലീയതയെ തത്ര മനസ്തത്ര ലീയതേ. അപ്പോൾ മനസ്സിനെ പ്രാണനിൽ ലയിപ്പിക്കാൻ പ്രത്യേകതരം പ്രാണായാമം ചെയ്ത് നോക്കാൻ പറ്റും. പ്രാണായാമ യോഗിയുടെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. എനിക്ക് പ്രാണായാമം ഉപദേശിച്ച ഒരാളുടെ അടുത്ത് കൂട്ടുകാരൻ ഒരു ദിവസം കാണാൻ പോകുമ്പോൾ കൂടെ വന്നു. അതപ്പോൾ അയാൾക്ക് ഇയാൾ തിരക്കടില്ലാന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ അടുത്ത് അയാൾക്കും പ്രാണായാമം വേണം തോന്നി. അങ്ങനെ പ്രാണായാമം കൊടുത്തു, ഉപദേശമൊക്കെ കൊടുത്തു. ഉപദേശം കൊടുത്തു പോയതിന് ശേഷം എൻ്റെ അടുത്ത് വെച്ചിട്ട് ജപിച്ചാൽ വല്ല കുഴപ്പമുണ്ടാവുമോ? ഈ പ്രാണായാമം അങ്ങ് ചെയ്താൽ ചിലപ്പോൾ ശ്വാസം മുട്ടിച്ചത്തൂന്ന് വരാം, എങ്കിലും സാരില്ല, ആ പ്രാണായാമം ചെയ്യുന്നതാണ് എനിക്ക് നന്മ എന്ന് എപ്പോഴെങ്കിലും തോന്നുമെങ്കിൽ അന്നേരം ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. അദ്ദേഹം ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുട്ടി വയറ്റിളക്കം പിടിച്ചങ്ങ് മരിച്ചു. ആകെ ഒരു മോനെ ഉണ്ടായിരുന്നു. വയറ്റിളക്കം പിടിച്ച് മരിച്ചു. മരിച്ചോടുകൂടി രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. കുട്ടിയുടെ മറവിയലൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി 12 മണി വരെ അയാൾക്ക് എന്താ ചെയ്യേണ്ട അറിഞ്ഞൂടാ, മരിക്കണോ എന്താ വേണ്ടോ ഒന്നും അറിഞ്ഞൂടാ. ആ സമയത്ത് അയാൾക്ക് പെട്ടെന്ന് പ്രാണായാമ യോഗി ഓർമ്മ വന്നു. അദ്ദേഹം ഇരുന്ന് പ്രാണായാമം ചെയ്തു. ആ പ്രത്യേക തരത്തിലുള്ള സഹജ പ്രാണായാമം അത് ഇങ്ങനെ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ മൈൻഡ് ലയം പ്രാപിച്ചു. പിന്നെ നേരം വിളിച്ചാവുന്നവരേ പ്രാണായാമം ചെയ്തുകൊണ്ടിരുന്നു. ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ വ്യത്യാസം രാവിലെ ചെന്ന് 10 മണിക്ക് അവിടെ എത്തിയ സമയത്ത് ഇയാൾ വളരെ സമനിലയിലാണ്. എനിക്ക് അന്ന് കിട്ടിയ പ്രാണായാമം ഇന്നേക്കാണ് ഉപയോഗപ്രദമായത്. അതുകൊണ്ട് അതിൻ്റെ മഹാത്മ്യം എപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറയാം. അപ്പം ഇങ്ങനെ ഭൗതിക തലത്തിൽ ധ്യാനത്തിനും മന്ത്രത്തിനും പ്രാണായാമത്തിനും രൂപധ്യാനത്തിനും ഭക്തിക്കും അതുപോലെ നമ്മളെ ആധാര ധ്യാനത്തിനൊക്കെ അസാധാരണമായിട്ടുള്ള കഴിവുകളുണ്ട്. ചില സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ, ചില അസാധാരണ പരിതീസികളെ അതികടക്കാൻ നമ്മൾ ഇതൊക്കെ സഹായിച്ചു എന്ന് വരാം. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ആഹാരം പോലെ, താമസിക്കാനൊരു വീട് പോലെ, കൂട്ടിനൊരു കുടുംബം പോലെ, അല്ലെങ്കിൽ നാട്ടിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാവണം, ഇതൊക്കെ പോലെ, ഇതൊക്കെ എത്ര അത്യന്താപേക്ഷിതമാണോ അതുപോലെ ഈ സാധനാ രീതികളും അത്യന്താപേക്ഷിതമാണ് ഈ മനസ്സിൻ്റെ ബാലൻസ് തകരാതിരിക്കാൻ. പക്ഷേ പരിപൂർണമായ അദ്വൈതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് മുഴുവനും ഭ്രാന്തിയാണ്, ഇല്ലാത്ത തോന്നലുകൾ മാത്രമാണ്. സ്വപ്ന ലോകത്ത് ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ സ്വപ്ന ലോകത്ത് നമ്മൾ ഓടിയെ തന്നെ രക്ഷപ്പെടുള്ളൂ. അവിടെ ആരെങ്കിലും പറയാണ് ആ പട്ടിയില്ല, ഈ നിങ്ങളുമില്ല, അതൊക്കെ വെറും തോന്നലാന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. രാമതീർത്ഥം പറയും ഒരു കടുവ ഒന്ന് ആക്രമിക്കാൻ, പിറ്റേ ദിവസം ഒരു വെട്ടുകത്തി തലക്കാമ്പുറത്ത് വെച്ച് കടന്നുറങ്ങിയിരുന്നു. അപ്പോൾ കടുവ വന്നു കഴിഞ്ഞാൽ ഈ വെട്ടുകത്തി എടുത്ത് വെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വപ്നത്തിലുള്ള ഒരു വെട്ടുകത്തി കയ്യിൽ കെട്ടിയാലല്ലേ വെട്ടാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഈ സാധനാ രീതികളൊക്കെ എന്നാണ്. ഇപ്പോൾ ആപേക്ഷിക പ്രപഞ്ചത്തിലാണ് നമുക്ക് നമ്മളതല്ലാത്ത ഒരവസ്ഥ പോലെയാണ്. അപ്പോൾ നമ്മുടെ അദ്വൈത ബോധവും നമുക്കില്ല, ആത്മബോധമൊന്നും ഇല്ലാത്ത ഈ സമയത്ത് നമ്മളെ വിഷമങ്ങൾക്കുള്ള പരിഹാരം ഇതൊക്കെ ഉള്ളൂ എന്നുള്ളത് അതിനെ സംബന്ധിക്കുന്ന ശാസ്ത്രങ്ങളുടെ പ്രസക്തി ഒരു കാലത്തും ആപേക്ഷിക ജീവിതം നിലയ്ക്കാത്ത കാലം വരെ നമുക്ക് ഒഴിച്ചുകൂടാത്തതാണ്. സ്വപ്നം ഉണർന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ വെറും തമാശകളാണ്. അയ്യോ എന്നെ ആന പിടിച്ചതാ കൊല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്വപ്നത്തിൽ വിളിച്ച് കരയായിരിക്കും. അച്ഛനും അമ്മയും അടുത്തിരുന്നിട്ട് ചിരിക്കുന്നുണ്ടാവും. ഓ അവനിപ്പോൾ ആന പിടിച്ചിട്ട് എന്ത് ചെയ്യായിരിക്കും, ആന ഒരു കാലുമ പിടിച്ച് മറ്റേ കാല് വലിച്ചിട്ട് കീറുകയെന്നല്ലേ അവൻ വിളിച്ച് പറയണത്. അയ്യോ എന്നാൽ പിന്നെ ഒന്ന് രക്ഷിച്ചൂടെ, കഴിയട്ടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാലോ, അവനെവിടെ എത്തുന്ന അവനൊന്ന് കാണട്ടെ. അല്ല അങ്ങനെയല്ല, എൻ്റെ മോൻ കഷ്ടപ്പെടല്ലേ, ഒരൊറ്റ അടി കൊടുത്ത് അവൻ ഉണർന്നു. എൻ്റെ പൊന്നമ്മയെ നിങ്ങളെന്നെ രക്ഷപ്പെടുത്തിയതാണ്, നിങ്ങളിപ്പോൾ എന്നെ അടിച്ച് ഉണർത്തിയില്ലായിരുന്നു എൻ്റെ കഥ എന്താവുമായിരുന്നു എന്ന് പറയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ കുട്ടിക്കും ചിരിയാ വരിക. ഇതുപോലെയാണ് ഇപ്പോൾ ശങ്കര ഭഗവത്പാദ് പറയുന്ന അദ്വൈതം, ജ്ഞാതേ തത്വേ കാ സംസാര എന്ന് പറഞ്ഞ അവസ്ഥ. പക്ഷേ ആ ഒരവസ്ഥ ഉണരുന്നത് വരെ സ്വപ്നലോകം ഇത് നേരല്ലിത് ഉണർന്നവനാം അശേഷം എന്നാണ്. ഉണർന്നവർ ഇത് നേരല്ല, ആ ഉണരുന്നും വരെ ഇത് നേരാണ് താനും. പേരായിരം പ്രതിഭയായിരങ്ങമവറ്റ് ആരായാലും ആയിരമാം പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞ് നാരായണഗുരു പാടിയിട്ടില്ല ആ പാട്ടിൽ, അങ്ങനെയൊക്കെ കാണാം. അപ്പം അതുകൊണ്ട് ശങ്കര ഭഗവത്പാദരുടെ അത്യുന്നതി ഔന്നത്യം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതൊക്കെ ഉപാസിക്കപ്പെടുന്ന സമയത്തും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അതുതന്നെയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ് ഭഗവത്പാദർ ഈ സർവജ്ഞപീഠം കയറിയതിലൂടെ. അല്ലാതെ മറ്റേനൊക്കെ നിരാകരിച്ച് തള്ളി പുച്ഛിച്ച് തള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ടല്ലോ. എഴുത്തുകാരുടെ മനസ്സിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ശൈലി അവരങ്ങനെ എഴുതി പിടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വാസ്തവത്തിൽ ശങ്കര ഭഗവത്പാദർ എഴുതിയതല്ലല്ലോ, മറ്റവർ എഴുതി പിടിപ്പിച്ചതാണ്. അതുകൊണ്ട് അവരുടെ സംസ്കാരമായിരിക്കും അതിൽ വരിക എന്നാണ്. അരവിന്ദ യോഗി പറയും, വാട്ട് എവർ ദ സ്പിരിച്വൽ ഹൈറ്റ് വെൻ വൺ ഈസ് എക്സ്പ്രസിങ് ഇൻ ദ വേൾഡ് ഔട്ട്സൈഡ് ദ പ്രിമിറ്റീവ് കൾച്ചർ വിൽ കളർ എന്നാണ്. നമ്മുടെ ആധ്യാത്മിക അനുഭൂതിയുടെ ഔന്നത്യം എത്ര ഉന്നതാണെങ്കിലും നമ്മൾ ബാഹ്യലോകമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ ബേസിക് കൾച്ചർ, നമ്മുടെ പൗരാണികമായ സംസ്കാരം എന്താണോ അതായിരിക്കും അതിൽ കൂടെ പുറത്തേക്ക് വരികയെന്ന്.
അതുകൊണ്ട് പൗരാണിക സംസ്കാരം നല്ലതായി കിട്ടുകയെന്ന് വെച്ചാൽ മഹാഭാഗ്യശാലികൾ. നമ്മുടെ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ തന്നെ, കേരളത്തിലുള്ള ആൾക്കാർ തന്നെ അവരുടെ കൃതികളിൽ ചിലപ്പോൾ മറ്റുള്ളവരെ അവഹേളിച്ചും പരിഹസിച്ചൊക്കെ എഴുതിയുള്ള ചില ശ്ലോകങ്ങളൊക്കെ കാണാം. അതെന്താ കാരണം? അവർക്ക് യോഗാനുഭവം കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല, അവരെ പൗരാണിക സംസ്കാരം അങ്ങനെയൊക്കെയാണ് അവരെ ഒരു താൽക്കാലികമായിട്ട് ഒരു ചെറിയൊരു പരിഹാസം പറയാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അവരുടെ ശിക്ഷകണങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ മറ്റവർക്ക് ആരെക്കുറിച്ചാണോ ഇങ്ങനെയൊക്കെ എഴുതി അവർക്കത് വല്ലാതെ ഉള്ളിൽ തട്ട് ജന്മവൈരികളായിട്ട് ആ പരമ്പരകൾ രണ്ടും കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താ സൂചിപ്പിക്കുന്നത് വെച്ചാൽ, വാട്ട് എവർ ഇസ് ദ ഹൈറ്റ് ഓഫ് സ്പിരിച്വൽ പെർസെപ്ഷൻ വെൻ വൺ ഈസ് എക്സ്പ്രസിങ് ദ വേൾഡ് ഔട്ട്സൈഡ് ദ പ്രിമിറ്റീവ് കൾച്ചർ വിൽ കളർ എന്നുള്ളൊരു നിയമമുണ്ടെന്നാണ്. ആ നിയമപ്രകാരം അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ ശാസ്ത്രങ്ങളെയും അംഗീകരിക്കണം. ഓരോ ശാസ്ത്രവും അതാത് സമയത്ത് അതാത് അധികാരികളെ സംബന്ധിച്ച് സർവത്രാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന ആ അർത്ഥം തന്നെയുള്ളൂ ഇപ്പോൾ ഇതിനൊക്കെ. അതുകൊണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും തന്നെ അതിൻ്റെ അപ്പുറം അന്വേഷിക്കാൻ തുടങ്ങും എന്നുള്ളത് തീർച്ചയാണ്. മടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കളിക്കാൻ കൂട്ടുകാരന്വേഷിക്കും. കളിക്കാൻ കൂട്ടുകാരന്വേഷിച്ച് കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിൻ്റെ കാര്യം അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ ഉയർന്ന അവസ്ഥയ്ക്കുള്ള പ്രായം വരുന്ന സമയത്ത് അതാത് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും എന്നുള്ളത് തീർച്ചയാണ്. അതുവരെ ഈ പ്രായം കഴിയുന്നതുവരെ ആ പ്രായത്തിൻ്റെ അവസ്ഥയിലുള്ള മനസ്സിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതായിട്ടുള്ള ചില ശാസ്ത്ര സത്യങ്ങളുണ്ട്. അതിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന മഹാത്മാക്കളുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഓരോ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടാവും. അതിനൊന്നും തന്നെ നമ്മൾ അവഹേളിക്കരുത്, നിന്ദിക്കരുത് എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ അതിനെ ഏതെങ്കിലും അവഹേളിച്ചു, ഏതെങ്കിലും നിന്ദിച്ചു, ഖണ്ഡിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. മഹാത്മാക്കൾ ഒരിക്കലും ഖണ്ഡിക്കാറില്ല, കറക്റ്റ് ചെയ്യാറുള്ളൂ എന്നാണ്. അവർ തിരുത്താറേ ഉള്ളൂ, ഖണ്ഡിക്കാറില്ല എന്നാണ് പറയാം. അതുകൊണ്ട് തിരുത്തലാണ്. അതായത് ഇവിടെ തിരുത്തുമല്ല, ഇതിൻ്റെയൊക്കെ ആത്യന്തികമായി ഇതിലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്തേണ്ട സ്ഥലം ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തലവലിക്ക് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം സർവൈറ്റുംബരം കഴിയും. അപ്പോൾ അതുകൊണ്ട് പതഞ്ജലി യോഗസൂത്രത്തിന് വളരെയധികം മഹാത്മ്യം. ശ്രീ രവിശങ്കർ പറയും, പതഞ്ജലി യോഗസൂത്രം പോലെ ഒരു ഗ്രന്ഥം ഇനി ഉണ്ടാവണമെങ്കിൽ പതഞ്ജലി മഹർഷിയെപ്പോലെ ഒരാൾ രണ്ടാമത് അവതാരം ചെയ്യാൻ വേണ്ടി വരുന്നു. അത്ര മഹാത്മ്യമാണ് ആ ഗ്രന്ഥം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെയാണ്, അതായത് ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള സമാധിപാദത്തിൽ തന്നെയാണ് ഈ ഋതംബരാബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം അരമണിക്കൂർ കൊണ്ട് അതൊന്ന് പറയാൻ ശ്രമിച്ച് നോക്കുകയാണ്. ഋതംബരാബുദ്ധി എന്ന് പറഞ്ഞാൽ സത്യസ്വരൂപമായ ബുദ്ധി. ഇത് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട്, പക്ഷെ നമുക്ക് അനുഭവമില്ല. അപ്പോൾ അതൊന്ന് അനുഭവപ്പെടണം. അതിനെന്താ ചെയ്യുക? എൻ്റെ കയ്യിലൊരു വിത്ത് ഉണ്ടാവും. വിത്ത് കുഴിച്ചിട്ട് വേണ്ടതുപോലെ വെള്ളം ഒക്കെ നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലൊരു വൃക്ഷം പൊന്തി വരും എന്ന് പറയുന്ന വരെ നമ്മൾ ഉള്ളിലുണ്ടത്. അതിനെ കണ്ടെത്തുക എങ്ങനെയാണ് അത് നമുക്ക് അനുഭവപ്പെടുക? അതിനുള്ള മാർഗങ്ങളാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. ആദ്യം തന്നെ ഈ ചിത്തവൃത്തികളെക്കുറിച്ച് പറയുന്നു. ചിത്തവൃത്തിയെ നിരോധിക്കാനുള്ള മാർഗങ്ങൾ പറയുന്നു. അതിനുള്ള വഴികൾ എന്തൊക്കെ പറഞ്ഞതിന് ശേഷം ഏതൊക്കെ സാധനാ രീതികളുണ്ട് എന്ന് പറയുന്നു. പ്രാണായാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആധാരധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞ അവസാനം ഇനി യഥാ അഭിമത ധ്യാനാതുവ, ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വല്ല മാർഗമാണെന്ന് വെച്ചാൽ അങ്ങനെയും മതിയെന്ന്. അപ്പം എനിക്ക് എൻ്റെ മോളെ അല്ലെങ്കിൽ മോൻ്റെ പടം വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് ഇഷ്ടം, എന്നാലും മതി, എന്നാലും ധ്യാനത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതാണ് യഥാ അഭിമത ധ്യാനാതുവ. ആദ്യം പറയും പ്രചർദ്ധന വിധാരണാഭ്യാവ പ്രാണസ്യ, അതായത് അശുദ്ധവായുവിനെ പുറത്തേക്ക് കളഞ്ഞ് പുതിയ ശുദ്ധവായുവിനെ അകത്തേക്ക് എടുത്തിട്ട് അങ്ങനെ ആയാലും മതി അവസ്ഥയിലെത്തുന്നതാണ്. അതുപോലെ ഈ ദുഃഖമില്ലാത്ത അവസ്ഥ എപ്പോഴും ശുഭകരമായി മാത്രം ഏതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മനോഭാവം വെച്ചുകൊണ്ടിരുന്നാലും മതി. അങ്ങനെ ഓരോന്ന് പറഞ്ഞതിന് ശേഷം അവസാനം പറയാണ് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു മാർഗ്ഗമായാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു രീതിയായാലും മതി, എന്നാലും ഈ അവസ്ഥ അറിയുന്നു പറയും. അങ്ങനെ സാധനമൊക്കെ ആയതിനു ശേഷം ഈ സാധനയുള്ള അനുഭവത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ സമാധി എന്നുള്ളൊരു വാക്കിലാണ് ചെന്നെത്തുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ സമമായ ധി എന്നുള്ള അർത്ഥം, ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, സമനില, ബോധത്തിൻ്റെ സമനില, തെറ്റാത്ത ബോധത്തിൻ്റെ സമനില എന്നർത്ഥം. അപ്പം ആ ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും, ആറ്റം ബോംബ് പൊട്ടിയാലും ബോധത്തിൻ്റെ ബാലൻസിന് യാതൊരു കുഴപ്പവും വരില്ല എന്ന്. ആറ്റം ബോംബ് പൊട്ടി എല്ലാവരും ഓടുന്നുണ്ടല്ലോ, ആയിക്കോട്ടെ വരട്ടെ, കാണാമല്ലോ, എന്തൊരു രസമായിരിക്കും കാണാൻ. 2 പഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബോധം പോയില്ലേ, പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഈ ശരീര മനോബുദ്ധ്യാദികളുടെ പ്രശ്നമൊക്കെ തീരുകയും ചെയ്തല്ലോ, കണ്ട് രസിക്കുകയും ചെയ്യാം, യാതൊരു ഇളക്കവും ഇല്ല എന്ന്. കാല് മുറിക്കണം എന്ന് പറഞ്ഞാൽ നന്നായി
രണ്ട് കാലിൻ്റെ പ്രാരംഭം തീർന്നു, ഇനി ഒരു കാലിൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. മനസ്സിലായി? എന്ത് കേട്ടാലും ഒരു കുലുക്കമില്ല. ഭൂമി കുലുങ്ങിയിട്ട് മറ്റന്നാൾ മുഴുവനും തവിട് പൊടിയാവാൻ പോവാന്നാണ് പറയുന്നത്. അതെയോ? ആഹാ, രസമാണല്ലോ കാണാൻ. ഇങ്ങനെയൊക്കെ അതിൽ നിങ്ങളൊക്കെ നമ്മളൊക്കെ പെട്ടുപോയില്ല. ആയിക്കോട്ടെ, എന്താ ആ പ്രകൃതിയുടെ നിയമപ്രകാരം എന്താ വെച്ചാൽ ഒക്കെ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കേട്ടാലും ഒരു കുഴപ്പമില്ലാത്ത ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, സമാധി. ഈ സമാധിയുടെ ക്ലാസിഫിക്കേഷൻ പറയണം പതഞ്ജലി മഹർഷി. അതിലേതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? സവിതർക്ക സമാധി ആദ്യത്തത്, നിർവിതർക്ക സമാധി രണ്ടാമത്തെ, സവിചാര സമാധി മൂന്നാമത്തെ, നിർവിചാര സമാധി നാലാമത്തെ, സവികൽപ്പ സമാധി 5, നിർവികൽപ്പ സമാധി 6. ഇങ്ങനെ 6 പടികളെക്കുറിച്ച് പറയാണ്. സമാധി രണ്ടായി തരംതിരിക്കാം. ഒന്ന് സബീജ സമാധി, മറ്റേ നിർബീജ സമാധി. സബീജ സമാധി എന്ന് പറഞ്ഞാൽ സമാധി അവസ്ഥയിലെത്തുമ്പോൾ കാലമില്ല, ദേശമില്ല, അഹന്തിയില്ല, മമതിയൊന്നുമില്ല. പക്ഷേ ഉണർന്നു വന്നു കഴിഞ്ഞാൽ കാലമുണ്ട്, ദേശമുണ്ട്, അഹന്തിയുണ്ട്, മമതിയുണ്ട്, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവും. അപ്പോൾ ബീജം നശിക്കുന്നില്ല. സംസാരത്തിലേക്ക് തിരിച്ചു വന്ന് പഴയ ആളാവാനുള്ള എല്ലാ വിത്തും അതിനുള്ളിൽ അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്തുകൊണ്ടാണ് ഒന്നുമില്ലാത്തതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു എന്നർത്ഥം. തിരിച്ചു വരുമ്പോൾ പഴയ ആൾ തന്നെ. ഇതാണ് സബീജ, ബീജത്തോടു കൂടിയ സമാധി, റിവേഴ്സിബിൾ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് കോൺഷ്യസ്നെസ് എന്നർത്ഥം. നേരെ മറിച്ച് നിർബീജ സമാധി എന്ന് പറഞ്ഞാൽ ബീജം നശിച്ചു പോയി, പിന്നെ ഒരിക്കലും ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വരവില്ല. ഒരു ഓൺവേർഡ് മാർച്ചാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കുറേ കാലം ധ്യാനമൊക്കെ ചെയ്ത് അച്ഛൻ പറയണം, മക്കളെ ഞാൻ പോവുകയാണ്. എങ്ങോട്ട് അച്ഛാ പോവാണ്? ഹിമാലയത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് എന്നാ വരിക? പറയാൻ പറ്റില്ല മക്കളെ, അങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ തിരിച്ചു വരവില്ല, അങ്ങോട്ട് മുന്നോട്ട് മാത്രം. അങ്ങനെ പോയി അവസാനം ശരീരബോധവും മനസ്സിൻ്റെ ബുദ്ധിയുടെ എല്ലാം പോയി അവസാനം ഉണർത്തിയാലും ഉണരില്ല, സ്വന്തമായിട്ടും ഉണരില്ല എന്നുള്ളൊരു ഘട്ടത്തിലെത്തും. അതാണ് നിർബീജ സമാധി. മറ്റേ സബീജ സമാധിയിലെ 6 അവസ്ഥകളുണ്ടെന്ന്. ഒന്ന് സവിതർക്ക സമാധി, നിർവിതർക്ക സമാധി, സവിചാര സമാധി, നിർവിചാര സമാധി, സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. ഈ 6 3 വാക്ക് ഓർത്താൽ മതി. ഒന്ന് എന്താണ്? തർക്കം. രണ്ടാമത് വിചാരം. 3 വികൽപ്പം. ഈ 3 വാക്കിലാപ്പത്. ഒന്നാമത് തർക്കം എന്നുള്ളത് സവിതർക്കം, നിർവിതർക്കം. തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥൂലമായി കാണുന്നതിൻ്റെ സൂക്ഷ്മത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നർത്ഥം. കാണപ്പെടുന്നതിൻ്റെ കാണപ്പെടാത്ത കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ്, ഈ കാര്യം കാണുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുന്നതിനെയാണ് തർക്കിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സവിതർക്ക സമാധി എന്ന് പറഞ്ഞാൽ കാര്യം കാണുകയും കാരണം അറിയാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ നമ്മൾ അന്വേഷിച്ച് അവസാനം കാരണം അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സമാധാനമായി. ഓ അത് ശരി, അങ്ങനെയല്ല, അതുകൊണ്ടാണ് അങ്ങനെ. ആളുകൾ ഇങ്ങനെ പോകുന്നു, ഓടുന്നു അങ്ങോട്ട്, അതേമാതിരി ആൾക്കാർ ഇങ്ങോട്ട് ഓടുന്നു. എന്തപ്പോൾ ഇത് മനസ്സിലാവുന്നില്ലല്ലോ, കാര്യം കാണുന്നില്ല, കാരണം അറിയുന്നില്ല. ഒരാളെ പിടിച്ച് നിർത്തി ചോദിച്ചു എന്താ അങ്ങനെ ആൾക്കാർ പോകാൻ കാരണം? അത് ഒരു ഒരു പുലിയെ, ഒരു മുതല പിടിച്ചിട്ട് അത് രണ്ടും കൂടി, പുലി ഇങ്ങോട്ട് മുതലയെ കടിച്ചു, മുതല പുലിയെ വിട്ടതുമില്ല, അവസാനം രണ്ടും ചത്ത് കിടക്കുകയാണ്. അപ്പോൾ മുതലയുടെ വായിൽ പുലിയുടെ വായിൽ മുതലയും കിടക്കുന്ന ഒരു പ്രത്യേക കാഴ്ച കാണാൻ വേണ്ടി ഓടുക ആൾക്കാർ. അത്രയുള്ളപ്പോൾ സമാധാനം. ഈ സമാധാനത്തിനെയാണ് സവിതർക്ക സമാധി എന്ന് പറയുന്നത്. കാര്യം കാണുകയും കാരണം കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു അശാന്തിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ആ കാരണം അറിഞ്ഞ സമയത്ത് ശാന്തമായി, ഓ സമാധാനം. അതാണ് സവിതർക്ക സമാധി എന്ന് പറയുന്നത്. എന്താ ഇപ്പോൾ ഈ സീതാദേവിയെ 2 വിശാരദന്മാരായിട്ടുള്ള ആൾക്കാർ, ഒന്ന് അനന്തനാണ്, മറ്റേ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. രണ്ടും ശ്രീരാമൻ ലക്ഷ്മണനായിട്ട്, അതിൻ്റെ ഇടയിൽ ഭൂമിദേവി ഇങ്ങനെ ലക്ഷ്മിദേവി ഇങ്ങനെ പോയി. എന്നിട്ട് അതിനെ സംരക്ഷിക്കാൻ ഈ 2 സെക്യൂരിറ്റിമാരുണ്ടായിട്ട് യാതൊരു രക്ഷയുണ്ടാതെ വളരെ കൂളായിട്ട് നിസ്സാരമായിട്ട് കള്ളം കട്ടുകൊണ്ടേ. എന്തിപ്പം അങ്ങനെ സംഭവിക്കാൻ കാരണം? രാമായണത്തിൽ അങ്ങനെ അത് വാൽമീകി അത്ര ശ്രദ്ധിക്കാതെ എഴുതിയത് എന്തേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? വൃന്ദയുടെ ശാപം. അതിനപ്പുറം പറയുന്നുണ്ട്. വൃന്ദ ശപിച്ചതാണ്, നിന്റെ പാർട്ട്ണറും ഇതേ സ്ഥലത്ത് ഇതേമാതിരി അന്യനാൽ അപഹരിക്കുമാറാകട്ടെ, എന്നിട്ട് ഞാൻ ഈ കുരങ്ങന്മാരോട് വിലപിച്ച് കരഞ്ഞതുപോലെ നീയും ഈ കുരങ്ങന്മാരുടെ സഹായത്തോടു കൂടി ഇങ്ങനെയൊക്കെ വിലപിച്ച് നടക്കാൻ ഏതു ആവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചിട്ടുണ്ട് വൃന്ദ. അതായത് ജലന്ധറുടെ ഭാര്യയായിട്ടുള്ള വൃന്ദ മഹാപതിവ്രതയായിരുന്നു. അതുകൊണ്ട് ജലന്ധറെ ഒരു വിധത്തിലും ആർക്കും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ജലന്ധറാണെങ്കിൽ സകല സന്യാസി മഠങ്ങളും തല്ലി തകർത്ത് രാവിലെ കൂട്ടുകാരോടുകൂടി വിനോദിക്കുകയാണ് ആളുടെ പണി. അവസാനം മഹർഷിമാരെല്ലാം കൂടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു, നിങ്ങളല്ലേ സൃഷ്ടി സംഹാരകാരകന്മാർ, ഞങ്ങൾക്ക് നിങ്ങളല്ലേ രക്ഷ, അതുകൊണ്ട് വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയണം. അപ്പം അവർ പറഞ്ഞു, അപ്പം തൽക്കാലം നിങ്ങളെ
രക്ഷിക്കാൻ വേണ്ടി ഈ ജലന്ധറെ കൊല്ലാൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. കാരണം വൃന്ദയുടെ പാതിവൃത്തിയുള്ള കാലം വരെ ആ മനുഷ്യനെ തൊടാൻ പോലും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഹെൽപ്ലെസ് ആണല്ലോ, നിസ്സഹായരാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ ഞങ്ങൾ ആരോട് പറയാനാ? ഞങ്ങൾക്കിവിടെ ജീവിക്കേണ്ടേ? ഒരാളുടെ തോന്നിവാസത്തിന് ഈ ലോകം മുഴുവൻ അങ്ങ് കീഴ്പ്പെടുകയും എന്നിട്ട് അത് നോക്കി നിൽക്കുകയും നിങ്ങൾ ഇങ്ങനെ ശരിയാവില്ല, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു. അവസാനം അവർ നമ്മൾ കൂടിയാലോചിച്ച് ഒരു കഥയൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ പൂർണ്ണാവസ്ഥയിലാണ് ഈ വൃന്ദയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രംഗം അഭിനയിക്കാൻ മഹാവിഷ്ണുവാണ് നിയുക്തനായത്. അങ്ങനെയാണ് ജലന്ധറെ കൊല്ലുന്നത്. അപ്പോൾ പാതിവൃത്യ ഭംഗം വരുത്താൻ ഒരു വേഷം കെട്ടേണ്ടി വന്നു. ആ വേഷം കെട്ടിയതാണെന്ന് അറിഞ്ഞ സമയത്ത് അവൾ ശപിച്ചതാണ്. ആ ശാപത്തിൻ്റെതായിട്ടുള്ള ടൈം, അതിൻ്റെ ആ ഗ്രഹനില വന്ന സമയത്താണ് സീതാദേവിയെ കട്ടുകൊണ്ടുപോകാനുള്ള സന്ദർഭങ്ങളൊക്കെ ഒത്ത്. അതിനനുസരിച്ച് മറ്റെല്ലാ രംഗസംവിധാനങ്ങളും അതിനനുസരിച്ച് ഒത്തിണങ്ങി വന്നത്. അതുകൊണ്ട് ഇതൊക്കെ മുമ്പേ തീരുമാനിച്ചുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ അറിയുമ്പോൾ അത് ശരി, അങ്ങനെയല്ലേ, എന്നാൽ സാരല്ല, സമാധാനമായി. പിന്നെ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാൻ കോടിക്കണക്കിൽ അസ്ത്രങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിനോദിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു അസ്ത്രം ഒരു ഭാഗത്ത് പോലും കൊണ്ടില്ല. എന്നിട്ട് ഈ വനാന്തരത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ഇങ്ങനെ അസ്ത്രം വന്ന് വധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇപ്പോൾ ശരിയാവും? അദ്ദേഹം ത്രികാലജ്ഞാനിയല്ലേ, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഇതൊക്കെ? അതിൻ്റെയും കാര്യകാരണം ഒളിയമ്പ ഇത് കൊന്ന സമയത്ത് ബാലിയോട് ഉള്ള കടപ്പാട് തീർത്ത സമയത്ത് ഇദ്ദേഹത്തിനുണ്ടായ സന്തോഷം, അത് കഴിഞ്ഞ ജന്മം കാണിച്ചിട്ട് അമ്പെയ്ത വേടന് സമാധാനിപ്പിക്കുന്ന കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു അത് ശരി, അങ്ങനെയല്ലേ. ഇങ്ങനെ ഓരോന്നും ഒരു കാര്യത്തിന് തക്ക കാരണമുണ്ട്. ആ കാരണം കണ്ടു കഴിഞ്ഞാൽ കാര്യത്തെ സംബന്ധിച്ച് നമ്മളെ വിഷമങ്ങളൊക്കെ തീർന്നു. എൻ്റെ കാലിൻ്റെ പടങ്ങനെ ഒരു വേദന, എന്താപ്പോൾ അതിൻ്റെ കാരണം? ആ ഡോക്ടറെ അടുത്ത് ചെന്നു, ഒരു ചെറിയ ഇഞ്ചക്ഷൻ ചായം ഇഞ്ചക്ട് ചെയ്ത് ഒരു എക്സ്റേ എടുക്കാണ്ടെന്ന് എക്സ്റേ എടുത്ത് പറഞ്ഞു. അവിടെ ഉള്ളിൽ ഒരു ചെറിയ വെയിന് ത്രോംബോസ്റ്റ് ആയതാണ്, ത്രോംബോസിസ് വന്നിരിക്കുകയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ചെറിയൊരു സർജറി ചെയ്താൽ മതി, ലോക്കൽ ഇഞ്ചക്ഷൻ കൊടുത്ത് തരിപ്പിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യാവേ ഉള്ളൂ. അത് ശരി, അത്രയേ ഉള്ളൂ, സമാധാനമായി. അത് ചെയ്തില്ലെങ്കിൽ എന്താ? ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാലിന് നീര് വന്നിട്ട് മറ്റു പല കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം. ഇനി ഇൻഫെക്ഷൻ വന്നിട്ട് സെപ്റ്റിസീമിയ, മരണം മുതലായതൊക്കെ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു കാര്യം കണ്ടു, കാരണവും കൂടി കണ്ടു. കാര്യത്തിൻ്റെ കാരണം കണ്ട സമയത്ത് ശരി, സമാധാനമായി. അപ്പോൾ ഈ കാരണം കാണാതിരിക്കുകയും കാര്യം കാണുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് അശാന്തി, കഷ്ടപ്പാടും ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടും. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സകല ക്ലേശങ്ങൾക്കും കാരണം കാര്യം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. പക്ഷെ കാരണം അറിയാനുള്ള കഴിവ് നമ്മൾ പ്രകടാക്കുന്നില്ല, ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് വരുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അപ്പോൾ കാര്യം കണ്ടു, കാരണത്തെ കാണുന്നില്ല. അപ്പോൾ കാരണത്തെ ചോദിച്ചറിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവുന്നതായ ആ ശാന്തിക്കാണ് സവിതർക്ക സമാധി എന്ന് പറയാം. സവിതർക്ക സമാധി, ശാസ്ത്ര പരിജ്ഞാനം ഉണ്ടാവണം. എന്തിനാ പുരാണങ്ങളൊക്കെ വായിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും തക്ക കാരണം അപ്പുറമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ശ്രമിക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടുകാരെയോ നാട്ടുകാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതെന്തേ ഇപ്പോൾ അവൻ അങ്ങനെ വീടി വലിച്ചിങ്ങനെ നടക്കാൻ കാരണം? ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ സിഗരറ്റ് വലിയ തുടങ്ങി, എന്തേ കാരണം? കാരണം ആ കുട്ടി ജനിച്ച ഉടനെ അമ്മ മരിച്ചുപോയി, മലൂടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വായിൽ മുലക്കണ്ണി വെച്ചിട്ട് കുടിക്കുന്നതായ ഒരു ലിബിഡോ സാറ്റിസ്ഫാക്ഷൻ അവന് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൺവേർഷൻ റിയാക്ഷനാണ് ഈ പുകവലിക്ക് കാരണമാക്കിയിട്ടുള്ളത് എന്ന് പറയാം. അത് ശരി, അതിനെങ്ങനെ മാറ്റുക? അത് ഹിപ്നോട്ടൈസ് ചെയ്ത് ഏജ് റിഗ്രസ് ചെയ്തുകൊണ്ട് ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവനെ അത് അനുഭവിപ്പിക്കുന്നതായിട്ടുള്ള സജഷൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നാൽ ആ ഹാബിറ്റ് മാറിപ്പോകും. അങ്ങനെ പറയും. ശരി, അങ്ങനെയല്ലേ. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ കാരണത്തെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ചുള്ള നമ്മളെ വിഷമം തീരുകയാണ്. നടുറോഡിലിട്ട് മകനെ മാരകമായി തല്ലി ചതച്ചു ഒരച്ഛൻ. അതെന്താ അപ്പം ഇങ്ങനെ? ഇയാൾ സ്വന്തം മകനെങ്ങനെ? എല്ലാവർക്കും വിഷമായി. ഓടിച്ചെന്ന് ഈ മനുഷ്യനെ പിടിച്ച് എന്താ നിങ്ങളിങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ പെൻസ് കിടക്കുന്നതായ അമ്മയോട് കള്ളു കുടിക്കാൻ പൈസ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയില്ല, അവനെ അച്ഛൻ്റെ പെട്ടിയിലായിരിക്കും, എൻ്റെ താക്കോൽ അച്ഛൻ്റെ കയ്യിലായിരിക്കും. അവന് ദേഷ്യം വന്ന് അമ്മയുടെ തലയ്ക്ക് ഒരു ചവിട്ടും കൊടുത്ത് കഴുത്തിലുള്ളതായ മാല പൊട്ടിച്ചിട്ട് ഓടിപ്പോയി കള്ള് ഷാപ്പിൽ നിന്ന് കള്ളും കുടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് അച്ഛൻ ഭാര്യയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി മരുന്ന് വാങ്ങാൻ അങ്ങോട്ട് വരുന്നത്. രണ്ടുപേരും തമ്മിൽ കണ്ട സമയത്ത് അച്ഛൻ പെട്ടെന്ന് ദേഷ്യം വന്ന് അങ്ങോട്ട് ചെയ്തു പോയതാണ്. ഇത് കേട്ട സമയത്ത് അത് ശരിയാണ്, എന്നാൽ പിന്നെ അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറം തല്ലിച്ചതൊക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല, സമാധാനമായി, നന്നായി അവന് കിട്ടണം അങ്ങനെ. അപ്പോൾ സമാധാനമായി. ഈ സമാധാനത്തിനെയാണ് സമാധി, സവിതർക്ക സമാധി എന്ന് പറയും. ഇനി കുറേ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഇങ്ങനെ അറിഞ്ഞ് നമുക്കൊരു ബോധോദയം ഉണ്ടാവുകയാണ്. ഈ ലോകത്ത് ഒരു കാരണമില്ലാതെ ഒരു കാര്യമില്ല അല്ലേ? ഈ എല്ലാ കാര്യത്തിനും തക്ക കാരണം അപ്പുറം ഉണ്ടാവും. പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യം എന്താ?
അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്വേഷിച്ചാൽ അതിന് തക്ക കാരണം അപ്പുറം ഉണ്ടാവും. അയാൾ എന്തേ എങ്ങനെ കുത്തിക്കൊല്ലാൻ കാരണം, അതിനൊക്കെ തക്ക കാരണം ഇയാളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അയാൾ എന്തേ തല്ലിക്കൊല്ലാൻ കാരണം, അതിനിങ്ങനെ ഉണ്ടാവും കാരണം. അയാളെന്തങ്ങനെ കള്ളു കുടിച്ച് ഭാര്യ ഇങ്ങനെ ചവിട്ടുന്നു, അതിനൊക്കെ തക്ക കാരണം അവളുടെ ജന്മത്തിലുണ്ടാവും, അവളുടെ കർമ്മത്തിലുണ്ടാവും, അവൻ്റെ കർമ്മത്തിലും ഉണ്ടാവും. അപ്പോൾ തക്ക കാരണം കൂടാതെ ഒന്നും സംഭവിക്കില്ല, ഉറപ്പാണ് എന്ന് പറഞ്ഞ അവസാനം എന്ത് കണ്ട ഒരാളിങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഓടുന്നു. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അതാ ഓടാൻ കാരണം. അന്വേഷിക്കുക, നിങ്ങൾക്ക് അറിയണ്ടേ? ആവുക, അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവില്ല. അറിഞ്ഞാലെന്താ, അറിഞ്ഞില്ലെങ്കിൽ എന്താ? പിന്നെ കാരണം അറിയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യത്തിനും തക്ക കാരണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അങ്ങ് സ്ഥിതനായി. കാരണത്തിൽ സ്ഥിതനാവുമ്പോഴാണ് കാരണവർ എന്ന് പറയാം നമ്മൾ. കാരണവന്മാരോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന്. നേരെ മറിച്ച് കാര്യം മാത്രം അറിയുകയും കാരണം അറിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കാര്യത്തിലാണ് നമ്മൾ സ്ഥിതരായിട്ടുള്ളത്. അപ്പോൾ കാര്യസ്ഥൻ എന്ന് പറയും. കാര്യസ്ഥൻ നമ്മുടെ വലിയൊരു വളപ്പ് നോക്കുന്ന കാര്യസ്ഥനാണ്. അയാൾ സർവാധികാരിയാണെന്ന് തോന്നുന്നു, പക്ഷേ അതിനൊരു അടയ്ക്ക പോലും സ്വന്തമായിട്ട് എടുക്കാൻ അയാൾക്ക് അവകാശമില്ല. കാര്യസ്ഥൻ മാത്രമാണ്, അവിടുത്തെ വലിയ അധികാരിയൊക്കെയാണ്, പക്ഷേ അയാൾക്ക് അതിലൊന്നും അവകാശമില്ല. നേരെ മറിച്ച് കാരണവരെ അവിടെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണവരുടെ ആയിരിക്കും ഈ വളപ്പുകളൊക്കെ, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ എല്ലാം അയാളുടെ അവകാശത്തിലാണ്. ഇതുപോലെ ഈ കാരണത്തിൽ സ്ഥിതനായിട്ടുള്ള ഒരവസ്ഥ വരും, സ്ഥിതമായിട്ടുള്ള ഒരവസ്ഥ വരും, കാരണത്തിൽ സ്ഥിതമായിട്ട്. അപ്പോൾ എല്ലാത്തിനും തക്ക കാരണം മറുവശം ഉണ്ട് എന്ന് പരിപൂർണ ബോധ്യം വന്നു. പിന്നെ കാര്യം എന്ത് കണ്ടാലും അതിനൊക്കെ തക്ക കാരണം ഉണ്ടാവും. കുഞ്ഞുമോളെ കല്യാണം കഴിച്ചു കൊടുത്ത് 2-ാം ദിവസം അവൻ ഡൈവോഴ്സ് ചെയ്ത് വിട്ടിത്ര എന്തിയാവുക, അതിനൊക്കെ തക്ക കാരണം ഉണ്ടാവും. ഒരു കാരണം കൂടാതെ അങ്ങനെ സംഭവിക്കുമോ? അല്ല, അവന് സൈക്യാട്രി ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതോ ഇവൾക്ക് പണ്ട് ഈ അപസ്മാരത്തിൻ്റെ സൊക്ക ഉണ്ടായിരുന്നു, അതിൻ്റെ കടലാസ് അവൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു, അങ്ങനെ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കാണും. ആ കാരണം കൊണ്ട് അപ്പോൾ അന്വേഷിക്കൊന്നും വേണ്ട ആവശ്യമില്ല എന്ന്. അതിനൊക്കെ തക്ക കാരണം ഉണ്ടാവും എന്നറിയാം. അതുകൊണ്ട് കാര്യത്തിൻ്റെ കാരണം തക്ക കാരണം അപ്പുറം ഉണ്ടാവുന്നു ആദ്യമേ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലാതെ അന്വേഷിക്കാതെ തന്നെ എന്ത് കാര്യങ്ങളുണ്ടായാലും നമുക്ക് യാതൊരു വിഷമമില്ലാത്ത അവസ്ഥ, അതാണ് നിർവിതർക്ക സമാധി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ അവസ്ഥയിലെത്തിയാൽ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ പേപ്പറിൽ എന്ത് കണ്ടാലും ടി വിയിൽ എന്ത് കണ്ടാലും ആൾക്കാരെന്ത് പറഞ്ഞു കേട്ടാലും ഒരു കുഴപ്പമില്ല, വളരെ ശാന്തനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരാൾ ആകാശത്ത് പറന്ന് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്നോ കാണാൻ, ഞാൻ വരുന്നില്ല. അതെന്താ വരാത്ത? കാരണം അതിനൊക്കെ കാരണമുണ്ട്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ കാരണമായിട്ട് കൂട്ടിമുട്ടുന്ന സമയത്ത് ഈ കഴിവുകളൊക്കെ പ്രകടമാവും, അതിനൊക്കെ തക്ക കാരണം അപ്പുറം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ശാന്തരായിട്ട് ഇരിക്കുക ചെയ്യുക. അപ്പോൾ ജിജ്ഞാസ നിവൃത്തിയൊക്കെ പോയി. ഒന്ന് ജിജ്ഞാസ നിവൃത്തി വന്നു ഓർത്തം, ഒരു ജിജ്ഞാസയില്ല, ജിഹാസയില്ല, ആ അവസ്ഥ എത്തി. അതിനാണ് നിർവിതർക്ക സമാധി എന്ന് പറയുന്നത്. ഈ നിർവിതർക്ക സമാധിയിലെത്തിയ ഏകദേശം ഒന്ന് കണ്ടാലും കണ്ടില്ലെങ്കിലും ശാന്താവസ്ഥയാണ്. ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് ആ സമയത്തും ചിന്തകളുണ്ടാവും. ചിന്തകൾ വരും, അത് പോവും, വരും, പോവും. ആ ചിന്തകൾ വരുമ്പോൾ സാധാരണ നിലയിൽ ചിന്ത വരുമ്പോൾ എന്തൊരു കഷ്ടം, അനിയനാണ് കൊന്നാൽ മുഴുവൻ സ്വത്തിൻ്റെ അവകാശി ഞാനാവുമല്ലോ, ഒരു ചിന്തകൾ വരിക. എന്തൊരു ഞാനായി ഞാൻ, അനിയനെ കൊന്നാൽ മുഴുവൻ സ്വത്ത് കിട്ടണമെന്ന്, ഇങ്ങനത്തെ ചിന്തയൊക്കെ വരിക. കഷ്ടം, എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൻ്റെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുക എന്ന് പറയാം. പക്ഷേ അങ്ങനെ ചിന്തകൾ വരുന്ന സമയത്ത് നമുക്ക് ആകെ വിഷമം വരും. പക്ഷേ ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ചിന്തകൾ വരും, അത് മനസ്സിൻ്റെ സ്വഭാവമല്ലേ. കുട്ടിയെ കൊല്ലണം എന്ന് പറയും, അമ്മയെ കൊല്ലണം എന്ന് വരെ പറയും അമ്മേന്, എന്നാൽ ഒരു സ്വൈരായി എന്നൊക്കെ പറയും. അതൊക്കെ അതിൻ്റെ അടുത്ത നിമിഷം തന്നെ കയറ് കെട്ടി തൂങ്ങി അവൻ ചത്തുണ്ടായി, എല്ലാ പ്രശ്നം തീർന്നു കിട്ടും എന്നും പറയാം മനസ്സ്. അത് ഓരോ ചിന്ത അങ്ങനെ വരും പോവും, വരുന്നതാണ്, കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിലൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ ആ പാമ്പിന് രണ്ടവസ്ഥ. ഒന്ന് നമ്മൾ ചാടി തുള്ളി അതിൻ്റെ മേലെ ചവിട്ടി കടിക്കും, നേരെ മറിച്ച് നമ്മൾ മിണ്ടാതിരുന്നാൽ ഇതിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് പൊയ്ക്കോളും. അതുപോലെയാണ് ഈ ആദ്യത്തെ അവസ്ഥ പോലെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. എന്തൊരു കഷ്ടം, എനിക്ക് ഇങ്ങനത്തെ ചിന്ത വന്നല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയല്ല. ചിന്ത വന്നാലും അത് സാരില്ല, അത് മനസ്സിൻ്റെ സ്വഭാവമല്ലേ, അത് കുറച്ചു നേരം നിൽക്കല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പോകും. ഓരോ തോട്ടിനും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്, അതിൽ കൂടുതലായിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ ആ തോട്ടിന് കഴിയില്ല. അപ്പം അതുവരെയല്ലേ ഉള്ളൂ, സാരില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കും. അതാണ് സവിചാര സമാധി, വിചാരത്തോടു കൂടിയ സമാധി. വിചാരങ്ങളുണ്ടെങ്കിലും ആ വിചാരങ്ങളൊന്നും തന്നെ തീരെ ബാധിക്കുന്നില്ല എന്ന അവസ്ഥ, അതാണ് സവിചാര സമാധി എന്ന് പറയുന്നത്. ഇതും കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ വിചാരങ്ങൾ വരുന്നു പോണു, വരുന്നു പോണു. നമ്മളെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ വരുന്നു, വന്ന് കുറേ നേരം എന്തൊക്കെയാണ് വർത്താനം, നമ്മൾ മിണ്ടുന്നില്ല. കുറേ കഴിഞ്ഞ അയാൾ എന്തത് ഒരു റെസ്പോൺസ് ഇല്ലല്ലോ എന്ന് അയാളങ്ങ് പോകും. പിറ്റേ ദിവസം പിന്നെയും വന്നു നോക്കും. കുറേ ദിവസം വന്നു, നമ്മളയാൾക്ക് സ്വീകരണവും കൊടുക്കണില്ല, ചായയും കൊടുക്കണില്ല, ഇരിക്കുമെന്നും പറയില്ല, ഒരു വസ്തുവില്ല. ആൾ വന്ന് കുറേ നേരം അവിടെ ഇരിക്കുന്നു, അതിലൊക്കെ നടന്നു,
അങ്ങ് പോകണം. കുറേ കഴിയുമ്പോൾ അയാൾ വരവ് നിർത്തും. കാരണം സ്വീകരണമില്ലല്ലോ. അതുപോലെ ഒരു തോട്ട് വരുമ്പോഴേക്കും നമ്മൾ അതുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തൊരു കഷ്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാതെ കുറേ ഇങ്ങനെ അനങ്ങാതിരുന്നാൽ കുറേ തോട്ട് വന്ന് പോയി. ആഗമം, അപായനം, അനിത്യം, വരിക പോവുക. അതുകൊണ്ട് അത് താൽക്കാലികം മാത്രമാണ്. അതൊന്നും നമ്മളെ വിഷമിപ്പിക്കുന്നില്ല. എന്ത് നിന്ദ്യം നീച്ചായിട്ടുള്ള തോട്ടുകൾ വന്നാലും ചിന്തകൾ വന്നാലും അതൊക്കെ ആ വഴിക്ക് വന്ന പോലെയാണ് പൊക്കോട്ടെ, വന്നോട്ടെ, പൊക്കോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല എന്ന് പറഞ്ഞിരിക്കുക. അതാണ് സവിചാര സമാധി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കഴിയുമ്പോൾ ചില നിമിഷം നമുക്ക് ചില മാറ്റങ്ങൾ വരും. എന്താണ്? വിചാരം വന്നാലുമില്ല പോയാലുമില്ല, വന്നാലുമില്ല പോയാലുമില്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു വെറും സാക്ഷിഭാവത്തിൽ ആ ചിന്തകൾ വരുന്നു പോണു, അല്ലാതെ അതുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുന്നില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ ചിന്തകൾ ചില സമയത്ത് വരവങ്ങ് നിൽക്കും. ചിന്തയില്ലാത്തൊരവസ്ഥ വരും. അതിനാണ് വിചാരമില്ലാത്ത അവസ്ഥയ്ക്കാണ് നിർവിചാര സമാധി എന്ന് പറയുന്നത്. വിചാരങ്ങളില്ലാത്ത ഒരവസ്ഥ. ഇപ്പോൾ സാധാരണ ജീവിതത്തിൽ രണ്ടവസ്ഥയെ നമുക്കുള്ളൂ. ഒന്നിൽ വിചാരിച്ചു കൊണ്ടേയിരിക്കുക, പലതരം വിചാരങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുക, സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സങ്കല്പം കെട്ടടങ്ങുന്ന എപ്പോഴാണ്? ഉറങ്ങുമ്പോൾ. ഒന്നുകിൽ ഉറക്കം അല്ലെങ്കിൽ വിചാരം. വിചാരം ഇല്ലാത്ത അവസ്ഥ ഉറക്കം, ഉറക്കമില്ലാത്ത അവസ്ഥ വിചാരം. രണ്ടും അറിയണം. ഇവിടെ നിർവിചാര സമാധിയിൽ അങ്ങനെയല്ല. നിദ്രയല്ല, സങ്കല്പങ്ങളുമല്ല, വിചാരങ്ങളുമില്ല, ഉറക്കവുമില്ല. അപ്പോൾ ഉണർന്നിരിക്കുന്നൊരവസ്ഥ, ബോധത്തോടുകൂടി വിചാരശൂന്യമായിട്ടുള്ളൊരവസ്ഥ. അതിനാണ് നിർവിചാര സമാധി എന്ന് പറയുന്നത്. നിർവിചാര സമാധി. ഈ അവസ്ഥയാണ് മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ ആ അവസ്ഥ, അതിൻ്റെ വേലി, മതിൽക്കെട്ട് അവിടെയാണ്. അതിൻ്റെ അപ്പുറം കടന്നാൽ ആൾ മാറി. അപ്പോൾ ഈ നിർവിചാര സമാധി എന്ന് പറഞ്ഞ അവസ്ഥ എത്തിക്കഴിഞ്ഞ് വിചാരങ്ങൾ വരുന്നില്ല. ഇടയ്ക്ക് ഒരു വിചാരം വരും പോവും, ബാക്കിയൊക്കെ അങ്ങനെ വിചാരമില്ലാതിരിക്കുക, നിർവിചാരനായിട്ടിരിക്കുക. ഈ നിർവിചാരനായിട്ട് കുറേ കാലം ഇരിക്കുന്ന സമയത്ത് നമ്മളിലൊരു മാറ്റം വരും. എന്താണ്? നിർവിചാര സമാധിയിൽ കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 3 അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നത്. 3 അനുഭവങ്ങൾ. ഒന്നാമത്തെ അനുഭവം എന്താണ്? ഒന്നാമത്തെ അനുഭവം ആനന്ദം ഇങ്ങനെ കിനിയ, തനിയെ ആനന്ദം ഇങ്ങനെ കിനിഞ്ഞു വരിക ഉള്ളുന്ന്. ഈ നിർവിചാര സമാധി കുറേ അങ്ങ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അനുഭവമാണ് ആനന്ദം ഇങ്ങനെ കിനിഞ്ഞു വരിക. ഒരിക്കലും ഒരു മുഷിപ്പില്ല എന്നർത്ഥം. എവിടെ ഇരുന്നാലും എത്ര ഇരുന്നാലും ഒരു മുഷിപ്പില്ല, ആനന്ദം ഉള്ളെന്ന് ഇങ്ങനെ കിനിഞ്ഞു വരാണ് ആനന്ദം. രണ്ടാമത്തെ നോളജ്, അറിവ്. എന്തിനെക്കുറിച്ച് ആലോചിച്ചാലും അത് മുഴുവനും തുറന്ന് കാണാം. ജനൽ തുറന്ന് മുഴുവനും കാണപ്പെടുന്നത് പോലെ ഒരു വസ്തുതയും വ്യക്തമായിട്ട് കാണപ്പെടാതെ ഇരിക്കില്ല, എല്ലാം കാണാം. എന്തിനെക്കുറിച്ച് ആലോചിച്ചാലും അത് മുഴുവൻ തുറന്ന് കാണാം. നോളജ്, ജ്ഞാനത്തിൻ്റെ ഉദയം ഉള്ളെന്ന് അനുഭവപ്പെടുക എന്നർത്ഥം. മൂന്നാമത്തെ എന്താണ്? ഭയം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുക. ഒരു പാമ്പ് നേരെ വരുന്നുണ്ടെങ്കിലും നമ്മളൊരു കല്ല് കിടക്കുന്ന മേ തന്നെ ഒരു പാമ്പ് ഇങ്ങനെ വരുന്നു, അയ്യോ അത് വന്ന് മേലെ കയറുമോ അല്ലെങ്കിൽ നമ്മളെ കൊത്തുവോ, നമുക്ക് അപകടം വരുമോ, യാതൊരു ചിന്തയില്ല. ഒരു തേള് മേലെക്കൂടെ കയറിക്കഴിഞ്ഞാൽ അത് കയറിയിട്ട് അങ്ങനെ കുറേ നേരം കളിച്ചിട്ട് അതങ്ങ് ഇറങ്ങിപ്പോവും. ഒരു പഴുതാര മേലെക്കൂടെ ആണ് കയറിപ്പോയി എന്ന് നോക്കിയാൽ അങ്ങനെ പോയി ചെവീൻ്റെ ഉള്ളിൽ വരെയൊന്ന് പോയി നോക്കിയാൽ അവിടെ ചെപ്പിയുടെ വാസന തീരെ സൈക്കിളിൽ ഒരു ജന്തുക്കൾ, അതുകൊണ്ട് വേഗം മടങ്ങി പോവുകയും ചെയ്തു. നമ്മൾ അനങ്ങിയില്ല. മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കി, അവിടെയും യാതൊരു രക്ഷയില്ല. കുറച്ചാണ് കയറുമ്പോഴേക്കും അവിടെ പറ്റാത്ത സ്ഥലം അവിടുന്നും പുറത്തു പോകുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തൊക്കെ പോയി നോക്കി അതങ്ങനെ പോയി, അപ്പോഴൊക്കെ അനങ്ങാതിരിക്കും. അതാണ് ആ നിർവിചാര സമാധിയുടെ അവസ്ഥയിലുണ്ടാവുന്ന നിർഭയത എന്ന് പറഞ്ഞത്. ഒന്ന് ആനന്ദം, രണ്ടാമത് ജ്ഞാനം, മൂന്നാമത്തത് നിർഭയത. നിർഭയത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം രണ്ടും പറയും. ഈ 3 അവസ്ഥ ഇങ്ങനെ ഉണർന്നു വരും. ഇതിനാണ് അധ്യാത്മപ്രസാദം എന്ന് പറയാം. അപ്പം നിർവിചാര സമാധിയിൽ വിശാരദനായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണ്? അധ്യാത്മപ്രസാദം. ജ്ഞാനം, ആനന്ദം, നിർഭയത. ഈ 3ഉം തനിയെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അർത്ഥമാണ്. അതാണ് അധ്യാത്മപ്രസാദം എന്ന് പറയും. പതഞ്ജലി മഹർഷി പറയുന്നു, നിർവിചാര വിശാരദയെ അധ്യാത്മപ്രസാദം. ഈ അധ്യാത്മപ്രസാദം ഉണ്ടായി കുറേ കഴിയുമ്പോഴേക്ക് നമ്മളെ ബുദ്ധിക്ക് ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ വരും. ആ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ബുദ്ധിക്ക്, ആ പരിപൂർണമായിട്ടുള്ള പരിണാമം വന്നിട്ടുള്ള ആ ബുദ്ധിയെയാണ്, സത്യസ്വരൂപമായി തീർന്ന ആ ബുദ്ധിയാണ് ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിർഭയതയുടെയും സ്വരൂപിയായി മാറിയിട്ടുള്ളതായ ആ ബോധത്തെയാണ് ഋതംഭരാബുദ്ധി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സവിതർക്ക സമാധി കഴിഞ്ഞ്, നിർവിതർക്ക സമാധി കഴിഞ്ഞ്, സവിചാര സമാധിയും കഴിഞ്ഞ് നിർവിചാര സമാധിയിൽ വിശാരദരായി കഴിഞ്ഞാൽ ശാരം
വിശാരദരായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന 3 അവസ്ഥകൾക്കാണ്, അതായത് ജ്ഞാനം, ആനന്ദം, സ്വാതന്ത്ര്യം, ഈ 3 അധ്യാത്മപ്രസാദം എന്ന് പറയുന്നത്. ഈ അധ്യാത്മപ്രസാദം ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിക്ക് പരിണാമം സംഭവിക്കും, തനിയെ പരിണമിച്ച് സത്യസ്വരൂപമായിട്ടുള്ള ബുദ്ധിയായി മാറും. അതിനാണ് ഋതംഭരാബുദ്ധി. ഋതം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ട്രൂത്ത്, അതായത് പാരമാർത്ഥിക സത്യത്തിൻ്റെ നിറവുള്ളതായ ബുദ്ധി എന്നർത്ഥം. ആ ബുദ്ധി കൊണ്ട് നോക്കിയാൽ കാലദേശാതീതമായിട്ടുള്ള പ്രജ്ഞ, കാലത്തെയും ദേശത്തെ അടികടഞ്ഞതായിട്ടുള്ള പ്രജ്ഞ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അതുപോലെ പഞ്ചഭൂതങ്ങളുടെ മേലൊക്കെ അധീശശക്തി വേണമെങ്കിൽ ആ ബുദ്ധിക്ക് കഴിയുന്നതാണ്. തലവേദന ഉണ്ടായി, അത് സാരില്ല, തലവേദനയൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ അതോടുകൂടി തലവേദന മാറി. ഇങ്ങനെയൊക്കെ മഹാസിദ്ധന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ സങ്കല്പം കൊണ്ട് സമൂഹത്തിന് കിട്ടാൻ പോകുന്ന ഗുണങ്ങളൊക്കെ അങ്ങനെയാണ്. അദ്ദേഹം വേറൊരാളോട് പറഞ്ഞാൽ അയാൾക്കും അതൊക്കെ അനുഭവപ്പെടുന്നർത്ഥം. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ബ്ലെസ്സിങ് ഒക്കെ വേറൊരാൾക്ക് സംക്രമിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതാണ് പണ്ട് കാലത്തൊക്കെ ഗുരുപാസന മാത്രം മതി, ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഗുരുവിനെ ശുശ്രൂഷിച്ച് ഗുരുവിൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുത്ത്, കാല് കഴുകി കൊടുത്ത്, ആഹാരം കൊണ്ടേ കൊടുത്ത്, ആ പാത്രങ്ങളൊക്കെ കഴുകി, ഗുരുവിന് അന്ന് ഫാനൊന്നും ഇല്ലാണ്ടാന്ന് തോന്നും, ചാമരം കൊണ്ട് വീശി കൊടുക്കുക, കുളിക്കാനുള്ള വെള്ളം കൊണ്ടേ കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഗുരുവിന് ഇതൊക്കെ സങ്കല്പത്താൽ സാധിക്കുമെങ്കിലും ഇവരുടെ ഗുരുശുശ്രൂഷയിലുള്ള ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരുവാക്യത്തിലും വേദവാക്യത്തിലുള്ള വിശ്വാസത്തിനെ ശ്രദ്ധ. ഗുരുവിലുള്ള ശ്രദ്ധ എന്ന ഗുരുവിലുള്ള പരിപൂർണ്ണ വിശ്വാസം, സാക്ഷാൽ ബ്രഹ്മം എനിക്ക് കാണപ്പെട്ടതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അതിനെ കംപ്ലീറ്റായിട്ട് വിശ്വസിക്കുക, അതിന് വേണ്ട ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ അവസാന കാലത്ത് അവർ സമാധിയിൽ അങ്ങ് എൻ്റർ ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പേ അങ്ങ് സങ്കല്പിക്കും, നീ പേടിക്കേണ്ട കേട്ടോ, നീ ഉദ്ദേശിച്ചൊക്കെ ശരിയായിക്കോളും എന്ന് ഒരു വാക്ക് പറയുള്ളൂ. അതോടുകൂടി എല്ലായി ഇവിടുന്നുള്ള സകലം അതിലേക്ക് അങ്ങ് സംക്രമിക്കും. പിന്നെ അദ്ദേഹത്തിന് വേറെ ഒന്നും ആവശ്യമില്ല. അതാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവും ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ നാളെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് മാധവൻപിള്ള സ്വാമി ആ ചുട്ടുപഴുത്ത ഇത് ഗോപാല ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അയാൾ ചെന്ന് വാങ്ങി പിടിച്ചു. അയാൾ ഗോപാലസ്വാമിയുടെ വലിയ ഭക്തനാണ്. എനിക്കറിയുന്ന ആൾ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹം. ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കരച്ചിലിങ്ങനെ വന്നിട്ട് എപ്പോഴും ഭക്തനായിട്ടാണ്. തീ പൊള്ളില്ല അയാൾക്ക്. നമ്മളൊക്കെ തീ തൊട്ടാൽ പൊള്ളുമല്ലോ, അയാൾക്ക് പൊള്ളില്ല. എവിടെ ആ തീയുടെ ദാഹശക്തി ആളെ സംബന്ധിച്ച് എന്ത് സംഭവിക്കുന്നു? ആ ദാഹശക്തി ഒരു പാത്രം ഹോട്ട് പ്ലേറ്റ് ആക്കി അതിൻ്റെ ഉള്ളിൽ മുഴുവൻ കർപ്പൂരിട്ട് കത്തിച്ചിട്ട് ചുവന്ന നിറായി തീക്കട്ടെ. ആ തീക്കട്ട ഗോപാലസ്വാമി ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുക. അയാളെ പൊള്ളുന്നില്ല. നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ 10-20 ദിവസം ചികിത്സ കഴിഞ്ഞാലേ കൈ നേരെ കിട്ടുള്ളൂ. അപ്പോൾ ഈ അഗ്നിക്ക് ബയോളജിക്കൽ സാധനത്തെ പൊള്ളിക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവ് എവിടെ പോയി? ഇയാളെ കയ്യിൽ ആ ഹോട്ട് പ്ലേറ്റ് പിടിക്കുമ്പോൾ ആ അഗ്നിയുടെ ദാഹക ശക്തിക്ക് അവിടെ യാതൊരു പ്രസക്തിയില്ല. അദ്ദേഹത്തിൻ്റെ കൈക്ക് വെറും തണുപ്പ് മാത്രം. അത് കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു നോക്കിയില്ല. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ മാതിരിയാണ് ഞങ്ങൾ പെരുമാറുക. നോക്കുമ്പോൾ കയ്യിലൊരു വസ്തുവില്ല. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 56 ഡിഗ്രി കഴിഞ്ഞാൽ പ്രോട്ടീൻ കോയഗുലേറ്റ് ചെയ്യണം. ഇവിടെ യാതൊരു കുഴപ്പം. ഇത്ര അധികം ഹോട്ട് പ്ലേറ്റ് കയ്യിൽ വെച്ചിട്ട് പൊള്ളുന്നില്ല. അപ്പം അഗ്നിയുടെ ദാഹശക്തിക്കും അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത. എന്താണ്? അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഇറംഭരാബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എപ്പോഴാണ് തെളിയുക? സവിതർക്ക സമാധി കഴിഞ്ഞ്, നിർവിതർക്ക സമാധി കഴിഞ്ഞ്, സവിചാര സമാധി കഴിഞ്ഞ്, നിർവിചാര സമാധിയിലെത്തി അതിൽ വിശാരദനായി കഴിഞ്ഞാൽ അധ്യാത്മപ്രസാദം ആദ്യം ഉദയം ചെയ്യും. അധ്യാത്മപ്രസാദം ജ്ഞാനം, ആനന്ദം, സ്വാതന്ത്ര്യം, നിർഭയത. ഇതിൽ സ്ഥിതപ്രതിഷ്ഠ വന്നു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ആ ബുദ്ധിക്ക് ഉണ്ടാവുന്ന പരിണാമമാണ് ഋതംഭരാത്വം എന്ന് പറയുന്നത്. ഋതംഭരാബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, 2 സ്റ്റേജും കൂടി പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് 2 സ്റ്റേജ്? ഒന്ന് വികൽപ്പം എന്നാണ്. ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പ എന്നാണ് പതഞ്ജലി മഹർഷി അതിന് നിർവചനം കൊടുത്തിരിക്കുന്നത്. ശബ്ദജ്ഞാനത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വസ്തു ഇല്ല എന്നർത്ഥം. ഇപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അന്വേഷിച്ചു പോയി. സ്പൂട്നിക്കിൽ നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിച്ചാൽ എവിടെയും കാണില്ല. പക്ഷെ ആ ശബ്ദത്തിലാണുള്ളത്. ആ ശബ്ദം എത്ര ലക്ഷം ഉച്ചരിച്ച് കഴിഞ്ഞാൽ ശിവനെ നമുക്ക് കാണാൻ പറ്റും. ഗജശബ്ദം എത്ര ലക്ഷം ഉത്കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗജത്തെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഉള്ള സർവം പ്രളയത്തിൽ മൂടിപ്പോയി മുങ്ങി ഒന്നുമില്ലാത്ത ശൂന്യാവസ്ഥ ആയി എന്ന് വയ്ക്കാം. അനന്ത ശൂന്യത കുറേ കാലം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഈ സർഗഭാവം ഉൾക്കൊണ്ട് ഏകോഹം ബൗദ്ധാസ്യാം എന്ന് പറഞ്ഞ് ഈ സൃഷ്ടി വൈഭവങ്ങളെ രണ്ടാമത് ഉണർത്തുന്ന സമയത്ത് ഇതൊക്കെ വീണ്ടും പുറത്തേക്ക് വരുന്നതാണ്. കാരണം ഈ ശബ്ദത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന്.
ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യ വികല്പ. അപ്പോൾ ഈ വികല്പം എന്ന് പറഞ്ഞാൽ സവികല്പ സമാധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. സാധാരണ നിലയിൽ നമുക്ക് എന്താണ്, തേള് എന്ന് പറഞ്ഞാൽ തേളിൻ്റെ ഒരു രൂപം കാണും. രൂപം കാണുമ്പോൾ തേളിനെ സംബന്ധിച്ച് ഒരു പേടി നമുക്കുണ്ടാവും. അപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ ഒരു രൂപവും ആ രൂപത്തെ സംബന്ധിച്ച ഒരു ഭാവവും, ഈ മൂന്നെണ്ണം ഉണ്ടാവും. പക്ഷെ സവികല്പ സമാധിയിലെത്തിക്കഴിഞ്ഞാൽ ശബ്ദം കേട്ടാൽ രൂപം കാണും, പക്ഷേ ഭാവം ഉണ്ടാവില്ല. തേള് എന്ന് പറഞ്ഞാൽ തേളിൻ്റെ രൂപം കാണും, പക്ഷെ ഭയം ഉണ്ടാവില്ല. ആന എന്ന് പറഞ്ഞാൽ ആനയുടെ രൂപം കാണും, പക്ഷെ ഭയം ഉണ്ടാവില്ല. പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ രൂപം കാണും, പക്ഷേ ഭയം ഉണ്ടാവില്ല. അങ്ങനെയാണ് സവികല്പ സമാധി എന്ന് പറഞ്ഞാൽ. നിർവികല്പ സമാധി എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ രണ്ടാമത്തെ അവസ്ഥയാണ്. അതായത് ഒരു ശബ്ദം കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ശബ്ദം കേട്ടാൽ ആ രൂപം കാണും, അതിനെ സംബന്ധിച്ച ഭാവം ഉണ്ടാവും. പക്ഷേ സവികല്പ സമാധിയിലെത്തുമ്പോൾ ശബ്ദം കേട്ടാൽ രൂപം കാണും, ഭാവം ഉണ്ടാവില്ല. ഈ നിർവികല്പ സമാധിയിലെത്തിയ ശബ്ദം കേട്ടാൽ ശബ്ദം മാത്രമേ ഉള്ളൂ, രൂപം കാണില്ല, ഭാവം ഉണ്ടാവില്ല. ഇപ്പം അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേട്ടു എന്നല്ലാതെ അമ്മയുടെ രൂപം വരില്ല. ആന എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേട്ടു എന്നല്ല ആനയുടെ രൂപം വരില്ല. അതായത് ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്ക് അതിൻ്റെ രൂപം പൂണ്ട് ആ രൂപമായി കാണിച്ചു കൊടുക്കാനുള്ളതായ ചിത്തത്തിൻ്റെ വൃത്തികൾ അടങ്ങിയെന്നർത്ഥം. നിരോധിക്കപ്പെട്ടു, അടങ്ങിപ്പോയി. ഇനി അത് രണ്ടാമത് എന്നെ കൊണ്ടാവില്ല എന്ന് പറയാം. നിങ്ങൾ വരുന്നോ മാങ്കുളത്തിൻ്റെ കഥകളി കാണാൻ? ഞാൻ വരുന്നില്ല. അതെന്താ വരാത്ത? ഞാൻ കണ്ട് മടുത്തതാ, മത്തിയായി, ഇനി എന്നെ കൊണ്ടാവില്ല, നിങ്ങളൊക്കെ പോകോ. വരുന്നില്ല. അത് നേരെ മറിച്ച് അവിടെ മാങ്കുളത്തിൻ്റെ കഥകളി ഉണ്ട്, ഇത് കേട്ടാ ഓ അതെയാ, എടുത്ത് ചാടി ആഹാരം കൂടി കഴിക്കാതെ മുണ്ട് കൊടുത്ത് രണ്ടാം മുണ്ട് കൊടുത്ത് ഓടുകയാണ്. അപ്പോൾ കേൾക്കുമ്പോഴേക്ക് അതിനെ സംബന്ധിച്ച അനുഭൂതി ഉണ്ടായി, അതിൻ്റെ വേഷം കെട്ടാൻ തയ്യാറായില്ല. ഇതുപോലെ ആന എന്ന് പറയുമ്പോഴേക്ക് ആനയുടെ രൂപം പൂണ്ട് കാണിച്ചു തരികയാണ് മനസ്സ്. ഈ നിർവികല്പ സമാധിയിലെത്തി ആ അതിനൊന്നും മനസ്സിനെ കിട്ടില്ല. മനസ്സിൻ്റെ രൂപം മാറി എന്നർത്ഥം. മനസ്സ് എന്നുള്ള അവസ്ഥ മാറി, അത് മറ്റേ രൂപമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന മാതിരിയൊക്കെ വേഷം കെട്ടാൻ അതിനെ പിന്നെ ലഭ്യമല്ലാതെ അത് ചിസ്വരൂപത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആന എന്ന് പറഞ്ഞാൽ ആനയുടെ രൂപം വരില്ല, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ രൂപം വരില്ല, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ രൂപം കാണില്ല, വെറും ശബ്ദം മാത്രം, അല്ലാതെ രൂപമില്ല, ഭാവമില്ല എന്നർത്ഥം. അതാണ് നിർവികല്പ സമാധി. ആ അവസ്ഥയിൽ കുറേ കാലം കഴിഞ്ഞാൽ ഇയാൾ സ്വന്തമായിട്ട് ഉണരില്ല. പിന്നെ ആരെങ്കിലും ഉണർത്തിയാലേ ഉണരുള്ളൂ. അതിനെയാണ് ബ്രഹ്മവിദ്വരി എന്ന് പറയും. പിന്നെ കുറേം കൂടെ കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഉണരില്ല, ആരെങ്കിലും ഉണർത്തിയാലും ഉണരില്ല. അതിനാണ് ബ്രഹ്മവിദ്വരിയ എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഹാർട്ടടി ഉണ്ടാവില്ല, ശ്വാസോച്ഛ്വാസം ഇല്ല, പക്ഷേ ശരീരത്തിന് നല്ല ചൂടുണ്ട്, പിന്നെ അംഗങ്ങളൊക്കെ ശരിക്കും മൂവുണ്ട്, ജോയിൻ്റൊക്കെ നല്ല ഫ്ലെക്സിബിളായിട്ടിരിക്കും, ശരീരം ചീഞ്ഞു പോകുന്നില്ല, ദുർഗന്ധങ്ങളൊന്നുമില്ല, വളരെയധികം നല്ല നിലയ്ക്ക് ശരീരം നിൽക്കുന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ തണുപ്പുമില്ല, ചൂടുമില്ല ശരീരത്തിന്, ചത്തതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല, ജീവിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളുമില്ല. ഈ അവസ്ഥയാണ് അത്യുന്നതമായിട്ടുള്ളൊരവസ്ഥ. അതുകൊണ്ട് ആ അവസ്ഥയിലുള്ള യോഗിമാരെ ചുടാൻ പാടില്ല എന്നാണ്. ചുടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുടാൻ പാടില്ല, അവരെ സമാധി ഇരുത്തണം എന്നാണ്. ഒരു മുക്കോണം കുഴി ഉണ്ടാക്കി ഭസ്മിട്ട് അതിൽ ഇരുത്തി തലയിലൊരു കുടട്ട് മൂടി അതിൽ ബാക്കി ഭാഗമൊക്കെ ഭസ്മം നിറച്ച് മേലെ സ്ലാബിട്ട് സമാധി മണ്ഡപങ്ങളായിട്ട്, അത് വലിയ ആരാധ്യ സ്ഥലങ്ങളാണ്. അവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ വലിയ അത്ഭുതകരമായ രോഗശാന്തി, വലിയ വലിയ പിന്നെ വെളിപാടുണ്ടാവുക, പിന്നെ ആ സ്ഥലത്തിന് അസാധാരണമായുള്ള ഐശ്വര്യങ്ങളുണ്ടാവുക, അതിൻ്റെ അടുത്ത് വലിയ മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വരിക, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സമാധിയുടെ അടുത്തുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ അവസ്ഥയും കൂടിയുണ്ട്. അത് ഈ രണ്ടവസ്ഥയും, സ്വയമായിട്ട് ഉണരാത്ത അവസ്ഥ, മറ്റുള്ളവരെ ഉണർത്തിയാലും ഉണരാത്ത അവസ്ഥ, ഈ രണ്ടവസ്ഥയും കൂടി നിർബീജ അവസ്ഥ. അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. ഈ അവസ്ഥയിൽ സവികല്പ സമാധി കഴിഞ്ഞ് നിർവികല്പ സമാധിയിലെത്തിക്കഴിഞ്ഞാലും അയാളെ തിരിച്ച് വിഷയപ്രപഞ്ചമായിട്ട് ഇണക്കിയിട്ട് പഴയ മാതിരിയാക്കാന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സബീജ സമാധി എന്ന് പറയുന്നത്. അപ്പം ഈ ഹൃദംബരാബുദ്ധി തെളിഞ്ഞിട്ടുള്ള ഒരാളെ പോലും വേണമെങ്കിൽ പ്രപഞ്ചമായിട്ട് ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിയും. അയാൾ നമ്മളെ ഇടയിലൊക്കെ ജീവിക്കാം, നമ്മളെ ഒരു ആചാര്യനായിട്ടോ അവതാരമായിട്ടൊക്കെ നമ്മളെ ഇടയിൽ കൂടെ ജീവിക്കാനൊക്കെ കഴിയും. കാരണം ഇതൊക്കെ ഓർമ്മിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നർത്ഥം. അതാണ് സബീജ സമാധി എന്ന് പറയുന്നത്. ബീജം നശിപ്പിക്കുന്നില്ല അവർ. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ഒരു മതിലിൻ്റെ മേലെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ സ്വർഗം കാണുന്നു,
അയ്യോ ഈ സ്വർഗം കാണാതെയുള്ള ആളുകൾ മുഴുവൻ ഇവിടെ തന്നെ ഭ്രമിക്കുന്നതുകൊണ്ട് അവരെയും കൂടി ഇത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടാതെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു ചില മഹാത്മാക്കളെന്നു. നേരെ മറിച്ച് ചില മഹാത്മാക്കൾ ഇങ്ങനെ കയറിപ്പോയി അവിടെ കണ്ടു, അയ്യോ എൻ്റെ സ്വർഗ്ഗമല്ലേ അത്, ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്, അങ്ങോട്ട് എടുത്ത് ചാടും. ചിലവരതല്ല, ഇത് ബാക്കിയുള്ളവർക്കും കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണമെന്നാണ്. അപ്പം അതാണ് ഈ സബീജ സമാധിയിലുള്ള ഉന്നതാവസ്ഥ വരെ ഇതിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. നിർബീജാവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നിർബീജ സമാധി എന്ന്. അതുകൊണ്ട് നമ്മളെ സബീജാവസ്ഥയുടെ 4ാമത്തെ പടിയാണ് സവിതർക്കം, നിർവിതർക്കം, സവിചാരം, നിർവിചാരം. നിർവിചാര വിചാരതീയത അധ്യാത്മപ്രസാദ ഹൃദംഭര തത്ര പ്രജ്ഞ എന്നാണ്. നിർവിചാര സമാധിയിൽ വിചാരിതനായി കഴിഞ്ഞപ്പോൾ ഹൃദംഭര തത്ര, ആ സമയത്തുള്ള പ്രജ്ഞയ്ക്ക് ഹൃദംഭര എന്നാണ് പറയാമെന്നാണ്. അപ്പം ഈ ഹൃദംഭരാത്വം നമ്മളുള്ളിൽ കാണണമെങ്കിൽ നമ്മൾ ഈ പ്രജ്ഞയെ കൂടെ തിരിഞ്ഞു പോകണം, ഈ പ്രക്രിയയെ കൂടെ കടന്നു പോകണം എന്നർത്ഥം. അതായത് ആദ്യം ശാസ്ത്ര പഠനവും പ്രപഞ്ച നിരീക്ഷണം കൊണ്ട് കാര്യത്തിനൊക്കെ തക്ക കാരണമുണ്ടെന്ന് ധരിക്കണം. പിന്നെ ആ കാരണത്തിൽ നമ്മൾ സ്ഥിതരായിട്ടിരിക്കണം. സ്ഥിതരായിട്ടിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഏകാന്തതയിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് വിചാരങ്ങൾ വരുന്നു പോണു. ചിലവർ പറയും, അയ്യേ ഞാൻ എത്ര ഇരുന്നിട്ടും വിചാരം കട്ടടങ്ങുന്നില്ല, എൻ്റെ ചിന്തകളൊന്നും പോകുന്നില്ല, ചിന്തകളടക്കം എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്ക് ധ്യാനിക്കാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകും. എങ്ങനെ ശരിയാവുക? സൈക്കിൾ ചവിട്ടാൻ പോയി അതിൻ്റെ മേലെ കയറിയിട്ട് എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല, വീഴാൻ പോവുക, അതിനേക്കാളും നല്ലത് നടക്കുക എന്ന് പറയുന്ന മാതിരി. നേരെ മറിച്ച് അതിൽ കുറച്ച് കാലം അങ്ങ് ട്രെയിൻ ചെയ്താൽ വിഷമൊക്കെ തീർന്നു പിന്നെ സുഖമായിട്ട് സൈക്കിളിൽ ഓടാം. ഇതുപോലെ ആദ്യകാലത്തെ എല്ലാ കാര്യങ്ങളും, ഒരു ചായ ഉണ്ടാക്കാൻ വരെ ആദ്യം ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട പീടിയെ പോയി വാങ്ങി കുടിക്കുന്ന എളുപ്പം തോന്നും. പക്ഷെ അത് ശീലിച്ചു കഴിഞ്ഞാലോ വളരെ നിസ്സാരമാണ്. ഇതുപോലെ ധ്യാനം അങ്ങനെ തന്നെ. നമ്മൾ എത്രയോ വലിയ ധ്യാനത്തെക്കാളും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വിമാനം ഓടിക്കാനോ കാർ ഓടിക്കാനോ ഈ തിരക്കും ബഹളത്തിൻ്റെ ഒടുക്കൂടെ കാർ ഓടിക്കുന്നത് എന്തൊരു മഹാസിദ്ധിയാണ്. അത്രയൊന്നും ശ്രദ്ധ വേണ്ട ഇതിനെന്നാ പറയും. ഏകാന്തതയിൽ വെറുതെ ഇരുന്നാൽ മതി എന്നാണ്. മഹാത്മാഗാന്ധിജി പറയും, മറ്റേതിനും പിന്നെ ഫീസ് കൊടുക്കണം, മറ്റു പല ഉപാധിക്കും അടിമയാവണം, പക്ഷെ ഇതിന് അതൊന്നും വേണ്ട, വെറുതെ കിട്ടുന്നതാണ്. ഒരു പുഷ്പം വർദ്ധിക്കണമെങ്കിൽ പോലും അല്പം പ്രയാസമാണ്, ഇതിന് അത്രയും കൂടി ഇല്ല എന്ന് ശിവയോഗികൾ പറയുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സങ്കല്പങ്ങൾ വന്നോട്ടെ പൊക്കോട്ടെ അത് വന്നോട്ടെ പൊക്കോട്ടെ. ഞാനൊരു റോഡിൽ നോക്കി നിൽക്കുന്നു, കുറേ ബസ്സുകൾ ഓടുന്നു, കുറേ കാറുകൾ ഓടുന്നു, ആളുകൾ പോകുന്നു. ചിലവർക്ക് നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നു, ചിലവർ നല്ല ഷർട്ട് അല്ലാതെ പോകുന്നു. ആയിക്കോട്ടെ, അതിനെന്താ എനിക്ക് വിരോധം? നോക്കിക്കൊണ്ടേ ഇരുന്ന് കുറേ നേരം കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും, അതും കാണാതെയാവും. അതുപോലെയാണ് ഈ വിചാരങ്ങളൊക്കെ ഇല്ലാത്തൊരവസ്ഥ വരും. ബോധമുണ്ട് താൻ. ബോധത്തോടു കൂടി സങ്കല്പരഹിതമായിട്ടുള്ള അവസ്ഥയ്ക്ക് സവിചാര സമാധി, നിർവിചാര സമാധി. ഈ നിർവിചാര സമാധി ശീലിച്ച് കുറേ കഴിയുമ്പോൾ വളരെ പരിപൂർണമായിട്ടുള്ളൊരു ശാന്താവസ്ഥ അകത്ത് കുറേ കഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ആനന്ദം ഇങ്ങനെ ഉറവെടുക്കാൻ തുടങ്ങും, ജ്ഞാനെങ്ങനെ ഉറവെടുക്കാൻ തുടങ്ങും, ഭയമില്ലാതെ ഇങ്ങനെ വരിക. എന്തായാലും ഇല്ല. ഇപ്പോൾ ഒറ്റയ്ക്കൊരു വീട്ടിലിരിക്കുകയാണ്, അവിടുന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു, ആരടാ അവിടെ എന്ന് പറഞ്ഞാൽ ഞാനാണ്. എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലേ, വെറുതെ ഒന്നു കൊല്ലും ഞാൻ. എനിക്കതിന് വിരോധമൊന്നുമില്ല, ജീവിക്കണം എന്ന് അത്ര വലിയ ആഗ്രഹം ഉണ്ടായിട്ട് വേണ്ട കൊലയ്ക്ക് അത്ര പേടിക്കാൻ. ഒരു കുഴപ്പമില്ലാതെ അങ്ങനത്തെ ഒരവസ്ഥ, നിർഭയത എന്ന് പറഞ്ഞു. അപ്പോൾ ജ്ഞാനമാനന്ദം, നിർഭയത ഇത് വന്ന് കുറേ കഴിയുമ്പോൾ പിന്നെ മറ്റൊക്കെ, അതായത് ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ രൂപം വരും, അതിനെ സംബന്ധിച്ച വികാരം വരും സാധാരണ നിലയിൽ. പക്ഷേ ഇപ്പോൾ ആ വികാരം അങ്ങില്ലാതെ ശബ്ദം കേട്ടു, ആകാരം അതിൻ്റെ രൂപം വന്നു, പക്ഷേ ഭാവമില്ല. കുറേ കാലം കൂടി കഴിഞ്ഞാൽ ശബ്ദം കേട്ട് ശബ്ദമായിട്ടിരിക്കും. അപ്പോൾ പക്ഷികളൊക്കെ ഇങ്ങനെ ശബ്ദിക്കുമ്പോൾ അതിൻ്റെ വല്ല അർത്ഥവും നമുക്ക് തോന്നാറുണ്ടോ? എന്താ പക്ഷികൾ പറയും? നമ്മളത് ശ്രദ്ധിക്കാറില്ല, വെറും ശബ്ദം മാത്രം. പക്ഷേ ഓരോ ശബ്ദത്തിനും ഒരു രൂപമുണ്ട്, ഒരു ഭാവമുണ്ട്, അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അതുപോലെ നമ്മൾ എന്ത് കേട്ടാലും കണ്ടാലും അതിനെ സംബന്ധിച്ച് യാതൊരു ഭാവവും ഉള്ളിലുണ്ടാവില്ല. ശബ്ദം കേട്ടാൽ രൂപവും വരില്ല എന്നർത്ഥം. അപ്പം അങ്ങനെ ഒരു നിർഗുണമായിട്ടുള്ളൊരവസ്ഥയെ പ്രാപിച്ച് അവിടുന്നാണ് പിന്നെ നിർഗുണാവസ്ഥ, ഈ നിർബീജാവസ്ഥയിലേക്ക് പോയി അങ്ങനെ ഇതാവുക എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ബൗണ്ടറി, സംസാരത്തിൻ്റെ അവിടുന്ന് അപ്പുറം കിടക്കുന്നതിലുള്ള ബൗണ്ടറിയാണ് ഈ ഋതംഭരാബുദ്ധി എന്ന് പറയുന്നത്. ഋതംഭരാബുദ്ധി തെളിഞ്ഞതിൻ്റെ ശേഷമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം പാരമാർത്ഥിക സത്യത്തിൻ്റെ ഭാഷ ആ സമയത്തേ നമുക്ക് സ്വായത്താവുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോഴും പാരമാർത്ഥിക സത്യത്തിൻ്റെ ഭാഷ ആ സമയത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലാത്ത ഈ ആപേക്ഷിക സത്യത്തിൻ്റെ ഭാവത്തിൽ നമ്മൾ എഴുതുകയോ പറയുകയോ ചെയ്താൽ ശത്രുക്കളുണ്ടാവും, പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുണ്ടാവും, അടിപിടിക്കും കലഹത്തിനും കാരണമായിട്ടുള്ളതായിരിക്കും അതൊക്കെ എന്നാണ്. അതുകൊണ്ട് ഒരാൾ
പണ്ടുള്ള മഹാത്മാക്കളൊക്കെ ആരെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ ഒരു മഹാത്മാവിനെ കാണിക്കണം, എന്നിട്ട് അദ്ദേഹം ഒരു ഫോർവേഡ് എഴുതണം, എന്നിട്ട് ഇത് അംഗീകരിക്കണം, ഇത് പരസ്യപ്പെടുത്താം. മറ്റെന്താ വെച്ചാൽ ആളുകളെ തമ്മിൽ പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള ആശയങ്ങളെ കൊണ്ട് അടിപിടി കൂട്ടിക്കാനത് സഹായകരാവുള്ളൂ എന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മഹാത്മാക്കളെ കാണിച്ചു കഴിഞ്ഞാൽ അവർ വായിച്ച് വേണ്ട മോനെ കുറച്ചും കൂടി എഴുതി നോക്കും, എന്നിട്ട് പിന്നെ സൗകര്യം പോലെ കുറച്ചും കൂടി സാധനം അനുസരിക്കുന്നുണ്ട് പിന്നെ എഴുതാം, എന്നിട്ട് മതി, എഴുതാനുള്ള ശീലത്തിന് വേണ്ടി എഴുതിക്കോളൂ, പക്ഷെ അതെല്ലാം ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പോകണ്ട, കുറേ കഴിഞ്ഞതിന് ശേഷം മതി എന്നാണ് അങ്ങനെ പറയുന്നതായിട്ടുള്ള ഘട്ടം. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെ വളരെ ഡെവലപ്ഡ് ആയതുകൊണ്ട് ആർക്കും എന്തും എഴുതാം. പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടിയതുകൊണ്ട് ഉടനെ പബ്ലിഷ് ചെയ്യുക. അത് വായിച്ചിട്ട് ഓരോരുത്തർ അതിൻ്റെ ആ ആശയങ്ങളുടെ അടിമയായിട്ട് തമ്മിൽ വഴക്കും വെക്കാനും ഒരേ പ്രസ്ഥാനങ്ങളും കുറേ ഇസങ്ങളും ഒക്കെ ആയിട്ട് കണ്ടില്ല അടിപിടി കൂടുന്നൊക്കെ. അപ്പോൾ നേതൃത്വം, നമുക്കൊരു ഗുരു വേണമെങ്കിൽ ആ ഗുരു ഈ അവസ്ഥ കഴിഞ്ഞ ആളായിരിക്കണം. അല്ലാത്തൊരാളെ ഗുരു ആക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നോടൊരു ഗുരു പറഞ്ഞതാണ്, നീ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയവാസന സാധിച്ചെടുക്കാനുള്ള പ്രവൃത്തിയായിരിക്കും അവർ ചെയ്യുന്നത്. ആ പ്രവൃത്തി നിന്നെ ഒരു അടിമയാക്കിയിട്ട് ഒരു സെർവൻ്റാക്കി ഉപയോഗിക്കും. ഇതിനു വേണ്ടിയാണോ ജീവിതം കളയേണ്ടത്? അതുകൊണ്ട് ഗുരുവെ പരീക്ഷിച്ച് സ്വീകരിക്കും. ഗുരുവേഷം കണ്ട് ഭ്രമിക്കേണ്ടത് പരിശോധിക്കാതെ വരിച്ചു കൊണ്ടിടുകൽ പരാപം തീരില്ല എന്നാണ്. അതായത് സ്വന്തം ദുഃഖനിവൃത്തി വന്നിട്ടുള്ളൊരു ആത്മജ്ഞാനിയെ മാത്രമാണ് നമ്മൾ പിന്തുടരേണ്ടത്. പക്ഷെ അങ്ങനെയുള്ളൊരു ആത്മജ്ഞാനിയുടെ അടുത്ത് എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് വേണ്ടേ ഗുരുക്കന്മാർ, അവിടെ എത്തിച്ചു തരാനുള്ള ഗുരുക്കന്മാർ വേണ്ടേ? അതായിരിക്കാം നമ്മളിടയിലുള്ള മറ്റു ഗുരുക്കന്മാരൊക്കെ അങ്ങനെയുള്ളവരായിരിക്കണം. ഈ ലക്ഷണം എല്ലാവർക്കും ഒത്തുവെന്ന് വരില്ല. ഒക്കാത്ത എന്തുകൊണ്ടാണ്? ആ ഒത്ത ഗുരുവിൻ്റെ അടുത്തെത്താൻ ഞാൻ ആയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിൻ്റെ താഴെയുള്ള ഗുരുക്കന്മാർ, ഒരാൾ ആദ്യം നമ്മൾ ഓട്ടോറിക്ഷയിൽ പോകും, ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡിൽ കൊണ്ടെത്തിക്കും, ബസ് പോവും, ബസ് പ്ലെയിൻ ഗ്രൗണ്ടിൽ എത്തിക്കും, അവിടെ നമ്മൾ വിമാനം കയറണം. ഇതുപോലെ അതാത് ആചാര്യന്മാർ, 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്ക് 5ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിപ്പുണ്ടാവുള്ളൂ. പക്ഷേ BA ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആൾ MA കാരനായിരിക്കും, MA പഠിപ്പിക്കുമ്പോൾ PhD കാരനായിരിക്കും. അതുപോലെ നമ്മൾ മേൽക്കുമേൽ പോകാൻ വേണ്ടി ഓരോ വാഹനങ്ങളായിട്ട് നമ്മളെ വഹിച്ചു കൊണ്ടുപോകാൻ അതാത് തരത്തിലുള്ള സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഗുരുക്കന്മാർ വന്നേ പറ്റുള്ളൂ. അവർ വന്ന് നമ്മളെ മറ്റവിടെ എത്തിക്കും. പക്ഷെ ഒന്നിൽ തന്നെ സ്ഥിരമായിട്ട് ഇതാണ് എൻ്റെ സർവസ്വം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നാൽ അപകടമാണ്. ഉയർന്നു പോകാനുള്ളതായി ഉയർന്നു പോകാനുള്ള സാഹചര്യങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കാത്ത ഒരു പരമ്പരയായിരിക്കണം നമ്മളത് എന്നർത്ഥം. അല്ല നേരെ മറിച്ച് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ചെറിയ നീർക്കോലി വലിയ തവളയെ പിടിച്ചു. ഇത് എനിക്ക് തിന്നാൻ വേണ്ട സാധനമാണെന്ന് നീർക്കോലിക്കറിയാം, പക്ഷെ വായിൽ കൊള്ളുന്നില്ല. എന്നാലോ വിട്ട് കളയാനൊരു മടി. എന്നിട്ട് പിടിച്ച് ഇങ്ങനെ നിന്ന് തവളയും പട്ടിണി കിടന്ന് ചാവും, നീർക്കോലിയും പട്ടിണി കിടന്ന് ചാവും. ഇതുപോലെയാണ് ആത്മജ്ഞാനികളല്ലാത്തവരെ ആത്മജ്ഞാനത്തിന് വേണ്ടി ആശ്രയിച്ചാൽ രണ്ടുപേരും, ശിഷ്യനെ അയാളും വിടില്ല, അയാളെ ശിഷ്യനും വിടില്ല, രണ്ടുപേരും നശിച്ചു പോകുമെന്ന് പറയാം. അതുകൊണ്ട് ഈ ജ്ഞാനികളായിട്ടുള്ള ആളുകളെ കണ്ട് ചെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഉപാസിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ വലിയ ഒരു കോളിളക്കം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ അപകടം എന്ന് അവർ പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു സെഡേഷൻ വരുന്നതാണ്. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറം ആർക്ക് എന്ത് പറയാനുള്ളത്? നമ്മൾ ആചാര്യം പറഞ്ഞതിൻ്റെ അപ്പുറം വേറെ ആർക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളതിൽ അഭിമാനിക്കാനും അഹങ്കരിക്കാനും തുടങ്ങും. എന്നിട്ട് അതിൻ്റെ അപ്പുറമുള്ളതൊക്കെ ധിക്കരിച്ചങ്ങ് തള്ളിക്കളയും. അതോടുകൂടി നമ്മൾ മുരടിച്ചു പോകുന്ന പറയുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇതല്ല നീതി ഇതല്ല ഇങ്ങനെയല്ല ഇതിൽ കൂടി മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കണം എന്നാണ്. അവസാനം അങ്ങനെ പറയാനുള്ള ഒരാളില്ലാതാവുന്നത് വരെ. ബ്രഹ്മസൂത്രത്തിൽ എന്താണ്? അനുഭവാവസാനം ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മജിജ്ഞാസയെ അനുഭവം കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പാടുള്ളൂ. ബ്രഹ്മാനുഭവം വന്നിട്ട് മാത്രമേ ബ്രഹ്മജിജ്ഞാസ അസ്തമിക്കാൻ പാടുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ശാസ്ത്രം പഠിച്ചിട്ടോ എന്തെങ്കിലും ചില അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടോ ബ്രഹ്മത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസയെ കെടുത്തിക്കളയരുതെന്നാണ്. ഉദാഹരണമായിട്ട് നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഹാരത്തിനുള്ള ഡിമാൻഡ്, ആവശ്യം എന്നർത്ഥം. ആഹാരം എന്തിനാണ്? ഈ ശരീരത്തെ സകല പോഷണത്തോടു കൂടി നിലനിർത്തുന്നതിനാണ് ആഹാരം എന്ന് പറയുന്നത്. ഈ ആഹാരത്തിന് വേണ്ടിയുള്ള ഈ പോഷകങ്ങളൊക്കെ കിട്ടണം, അതിനു വേണ്ടിയുള്ള ആവശ്യം, അതിനുള്ള വിളിയാണ് ഈ വിശപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ വിശപ്പിനെ നമ്മൾ ആ ആഹാരം കൊണ്ട് മാത്രമേ ശമിപ്പിക്കാൻ പാടുള്ളൂ. നേരെ മറിച്ച് ആ സമയത്ത് ഒരു ഗ്ലാസ് മോര് കുടിച്ചു, എന്നിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് അങ്ങ് വിഴുങ്ങിയെന്ന് വെക്കാം, വിശപ്പ് അവിടെ നിൽക്കും. അപ്പോൾ ആ വിശപ്പിനെ നമ്മൾ ആഹാരം കൊണ്ടേ നിവർത്തിക്കാൻ പാടുള്ളൂ, അല്ലാതെ കുറച്ച് നെയ്യ് കുടിച്ചിട്ട് നിവർത്തിക്കരുത്. കാരണം ആഹാരത്തിന് വിശപ്പ് മാറി, പക്ഷേ ഇത് സർവ്വ പോഷകങ്ങൾ നൽകുന്നുമില്ല. അപ്പോൾ ശരീരം പോഷകങ്ങളുടെ അഭാവം കൊണ്ട് വെറുതെ വികലായി നശിച്ചു പോവുക ചെയ്യുക.
അതുകൊണ്ട് അതുപോലെ ബ്രഹ്മജിജ്ഞാസയ്ക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മൾ ആനന്ദത്തിനും ജ്ഞാനത്തിനും സ്വാതന്ത്ര്യത്തിനും ആഗ്രഹിക്കുന്നത്. ബ്രഹ്മജിജ്ഞാസയാണത്. അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ കൊണ്ട് ബ്രഹ്മാനുഭവം കൊണ്ട് മാത്രമേ അതിനെ സംതൃപ്തിപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാതെ കുറേ ജ്ഞാനശാസ്ത്രം പഠിപ്പിച്ചു, അല്ലെങ്കിൽ കുറേ യോഗശാസ്ത്രം പഠിപ്പിച്ചു, കുറേ ധ്യാനാനുഭവങ്ങളുണ്ടായി, കുറേ സിദ്ധികളുണ്ടായി, അത് മതി എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാനുഭവത്തിലെത്താതെ അതിൻ്റെ ഇടയ്ക്ക് മറ്റു കുറേ ജ്ഞാനശാസ്ത്രത്തിലോ വൈശാരദ്യത്തിലോ അല്ലെങ്കിൽ സിദ്ധികളിലോ നമ്മൾ ഭ്രമിച്ച് ഇതിൻ്റെ അപ്പുറം ഇനി എന്താ കിട്ടാനുള്ളതെന്ന് വിചാരിച്ചിരുന്നാൽ അവിടെ നമ്മൾ ഡീജനറേറ്റ് ചെയ്യുന്ന പറയും. നമ്മൾ പറ്റെ ജീർണിച്ച് പോവുക ചെയ്യാന്ന് പറയും. പതഞ്ജലി മഹർഷി പ്രത്യേകം വാണിംഗ് കൊടുക്കുന്ന ഭാഗങ്ങളുണ്ടാക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള ഗതിക്ക് എതിരായിട്ടുള്ള മറ്റനുഭവങ്ങളെ കൊണ്ട് ഈ ബ്രഹ്മജിജ്ഞാസയെ കെടുത്തിക്കളയരുത്. ബ്രഹ്മജിജ്ഞാസ അനുഭവം കൊണ്ട്, ബ്രഹ്മാനുഭവം കൊണ്ട് മാത്രമേ ശമിക്കാൻ പാടുള്ളൂ, മറ്റൊന്നും കൊണ്ട് ശമിപ്പിക്കരുത്. ഒരു ചായ കുടിക്കും മോനെ, ഇവിടെ കുറച്ച് കപ്പക്കിഴങ്ങ് പുഴുങ്ങിയുണ്ട് തിന്നോ എന്ന് പറയാം. അപ്പോൾ അമ്മമ്മ പറയാം, വേണ്ട വേണ്ട, ഊണ് കഴിക്കേണ്ട സമയമായത്, അവൻ വീട്ടിൽ പോയി ഊണ് കഴിച്ചോട്ടെ, ഇപ്പം നിങ്ങൾ ഇതൊക്കെ തീറ്റിയാൽ അവൻ പിന്നെ ഊണ് കഴിക്കില്ല. എന്തിനമ്മേ ഊണ് കഴിക്കുന്നത്? അല്ല നിൻ്റെ കപ്പക്കിഴങ്ങ് മതിയോ? അവനവിടെ എന്തെല്ലാം ചോറും കറിയും പപ്പടം പായസവും മോരും ഉപ്പേരിയും ഒക്കെ ഉണ്ടാവും, അതെല്ലാം കൂടി കഴിച്ചാലല്ലേ അവൻ്റെ തടി നിൽക്കുള്ളൂ. നിങ്ങൾ ഈ കപ്പക്കിഴങ്ങ് കൊടുത്തിട്ട് ആ വിശപ്പ് കളയുന്നത് എന്തിനാ? മോൻ അവിടെ പോയി കഴിച്ചാൽ മതി, ഇതൊന്നും കഴിക്കേണ്ടപ്പോൾ, തിരിച്ചു പോകുമ്പോൾ 4 മണിക്ക് അവൻ്റെ കഴിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയാണ്. ഇതിനെയാണ് മാർഗത്തിൽ ലക്ഷ്യഭ്രാന്തി എന്ന് പറയാം. പോണ വഴിക്ക് ഒരു പട്ടണം കണ്ടു, ഇത് തന്നെയാണ് തൃശ്ശൂർ എന്നുള്ളത്, എനിക്ക് സംശയമില്ല, ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എന്താണ് അത്? കുന്നംകുളമായിരിക്കും, തൃശ്ശൂരല്ല. അതുപോലെ വഴിക്ക് മാർഗത്തിൽ ലക്ഷ്യഭ്രാന്തി, ലക്ഷ്യം ഇത് തന്നെയാണെന്ന് മാർഗത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കണ്ടിട്ട് അങ്ങ് നിർണ്ണയിക്കുക, എന്നിട്ട് അവിടെ അങ്ങ് സ്ഥിരാക്കുക. മുന്നോട്ടിന് പോകേണ്ട ആവശ്യമില്ല എന്നങ്ങ് തോന്നുക. അതാണ് മാർഗത്തിൽ ലക്ഷ്യഭ്രാന്തി. അതും ഒരിക്കലും ഉണ്ടാവരുതെന്നാണ്. അപ്പോൾ അനുഭവാവസാനം ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജിജ്ഞാസയെ ബ്രഹ്മാനുഭവത്തിൽ മാത്രമേ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആ ജിജ്ഞാസയെ മറ്റെന്തെങ്കിലും കുറുങ്കൗശലം കൊണ്ടോ ചെപ്പടി വിദ്യ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ സിദ്ധി അനുഭവാദികളെ കൊണ്ടോ ശമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയണം. അതുകൊണ്ട് ഈ വഴിയിൽ മുന്നോട്ട് എപ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നു ആ സമയത്ത് നമുക്ക് ഉണർവുള്ളതായ ഗുരുക്കന്മാരെ വീണ്ടും ചെന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉന്മേഷം കിട്ടും. അയ്യോ ഞാൻ എത്തിയ സ്ഥലം അല്ലല്ലേ, അപ്പോൾ ഇനി കുറേ കൂടെ വേഗം നടന്നോളൂ, ഉത്സാഹം കിട്ടും. മഹാത്മാക്കളെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്തൊന്നില്ലാത്ത ഉത്സാഹം കിട്ടും. നമ്മുടെ നാഡികളൊക്കെ പെട്ടെന്ന് ചട്ടകുടഞ്ഞ് എഴുന്നേറ്റ് മുന്നോട്ട് പിന്നെയും ഗമിക്കും. പിന്നെയും കുറേ ചെല്ലുമ്പോൾ നമുക്കൊരു തോന്നല, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ, നീ ഇപ്പം എവിടെ എത്താനാ, ഇതിൻ്റെ അപ്പുറം എന്താ നീ അറിയാനുള്ള? ഈ അജ്ഞാനത്തിൻ്റെ കട്ടുകട്ടിയിലാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ സർവ്വത്തിൽ കഴിഞ്ഞു പോയ ഒരാളെ കാണണം എന്നർത്ഥം. ഒരു ദിവസം ഞങ്ങൾ സത്സംഗം നടത്തുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, എന്തപ്പം നമ്മൾ ഈ ധരിച്ചതിൻ്റെ അപ്പുറം ഇനി എന്താ ഉള്ളത്? ഇനിയിപ്പോൾ പുതിയ ബുക്ക് വായിച്ചിട്ട് എന്താ, എവിടെയെങ്കിലും പോയിട്ട് എന്ത് കാര്യം, ഇതൊക്കെ അല്ലേ അറിയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം അങ്ങേക്ക് മനസ്സിലായോ? നമ്മൾ ഈ വായിച്ചില്ലേ ഇപ്പോൾ സനൽ സുജാതീയത്തിലില്ലാത്തതോ ഭാഗവതത്തിലില്ലാത്തതോ രാമായണത്തിലില്ലാത്തതോ ഭാരതത്തിലില്ലാത്ത എവിടെയുള്ളത്, ഉപനിഷത്തിലില്ലാത്ത എവിടെയുള്ളത്? അപ്പം ഞാൻ അദ്ദേഹത്തോട് രമണ മഹർഷിയും അങ്ങും ഒരേ സ്റ്റാൻഡേർഡിലാണെന്ന് വിചാരിക്കണ്ടോ? അങ്ങനെയല്ലേ, ആയിരിക്കാൻ വയ്യേ. സത്യസായിബാബയും അങ്ങും ഒരേ സ്റ്റാൻഡേർഡിലാണെന്ന് വിചാരിക്കണ്ടോ? അത് പറയാൻ പറ്റില്ല. അമൃതാനന്ദമയി അങ്ങും ഒരേ സ്റ്റാൻഡേർഡിലാന്ന് തോന്നുന്നുണ്ടോ? അത് പറ്റില്ലേ. ഒരു 10 പേരോട് ചിരിച്ചു കഴിഞ്ഞാൽ 15ാമത്തെ ആളാകുമ്പോഴേക്ക് ഞാനൊരു മനുഷ്യനാണ്, നമ്മളോട് ചിരിക്കാൻ പറ്റില്ല, എനിക്ക് നീ നാളെ വാന്ന് പറയും നമ്മൾ. നേരെ കുറച്ച് അമൃതാനന്ദമയി അങ്ങനെയല്ല. എത്രയാ ബാറ്ററിയുടെ ചാർജ്, എത്രയായാലും തീരാത്തൊരു ചാർജായാലും മഹത്തരമായിട്ടുള്ള. ഭഗവാൻ എപ്പോഴും പറയും, എൻ്റെ മുഖത്തെ മന്ദഹാസം നിങ്ങൾ വിചാരിച്ചാൽ മായ്ക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ സോഴ്സ് ഈ ലോകമല്ല അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതാണോന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഇനി കുറച്ചും കൂടി ഏതൊക്കെയോ ഘട്ടങ്ങൾ കഴിയാനുണ്ടെന്ന് ഊഹിച്ചൂടെ? അല്ല ഉണ്ടോ, അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും എത്തി നമ്മളങ്ങ്, അതോ കുറച്ച് വലിയ കുറേ ഡിഗ്രിയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ പിന്നെ പറയും വേണ്ട, അവർക്ക് അവരിയ്ക്കുന്ന അവസ്ഥയെ ന്യായീകരിക്കാനുള്ള സകല കഴിവുണ്ടാവുകയും ചെയ്യും. ഗുരുവായാലും ശരി അല്ലെങ്കിലും ശരി, ഇരിക്കുന്ന അവസ്ഥയെ അങ്ങ് ന്യായീകരിക്കാൻ ഈ ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് മാർഗത്തിൽ ലക്ഷ്യഭ്രാന്തിയോടുകൂടി ഇരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവാന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെതിരെ വളരെയധികം വാണിംഗ് നൽകുന്ന 4 ഒന്നാന്തര സൂത്രങ്ങളും പതഞ്ജലി മഹർഷി അവിടെ നിബന്ധിക്കാൻ മറന്നു പോയിട്ടില്ല എന്നർത്ഥം.
അതുകൊണ്ട് ഋതംഭരാബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താന്ന് ഏകദേശ ഒരു സ്വരൂപം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞ് ഇനി നാളെ അവസാനത്തെ ദിവസമാണ്. ഈ എന്തൊക്കെയോ ഇങ്ങനെ പറയണു, ഒരു വിഷയങ്ങൾ തന്നു. വാസുദേവൻ സാറുടെ ഒരു ഉത്സാഹം കൊണ്ട് അതൊക്കെ നടന്നു പോയത്. പിന്നെ UK അങ്കിളിൻ്റെ പരിചരണം, അവരുടെ വീട്ടിൽ സുഖകരമായുള്ള ഭക്ഷണം, രമാൻറ്റിയുടെ ഭക്ഷണം, താമസമൊക്കെ പരമസുഖം. അതുകൊണ്ട് ഈ 5 ദിവസം കഴിഞ്ഞ് എനിക്ക് തന്നെ അറിയാൻ പറ്റിയില്ല. നാളത്തോടു കൂടി ഇത് അവസാനിക്കുകയാണ്. പിന്നെ ഈ സദസ്സിലാണെങ്കിൽ ആചാര്യന്മാരുടെ ആചാര്യനാണ് നമ്പൂതിരിപ്പാട് ഇരിക്കുന്നുണ്ട്. ആ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യം വളരെയധികം ഉത്തേജകമാണ്. അദ്ദേഹം വേദപണ്ഡിതനാണ്. ഞങ്ങൾ ഈ ഹിമാലയത്ത് പോയ സമയത്ത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അവർ ജമുനോത്രി പോകുന്ന വഴിക്ക് ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് വെച്ച് രാത്രി അദ്ദേഹത്തെ കൊണ്ട് വേദത്തിൻ്റെ ഒരു മുഖവുര പറയിച്ച് വേദത്തെക്കുറിച്ച് ചെറിയ പ്രഭാഷണം നടത്തിച്ച ഒക്കെ വീഡിയോ കാസറ്റ് എടുക്കുകയുണ്ടായി. എന്നിട്ട് അത് അദ്ദേഹം ക്ലാസിക്കൽ രീതിയിൽ എങ്ങനെ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ വേദങ്ങളും തമ്മിലുള്ള വ്യത്യാസവും അതൊക്കെ അത് ഞങ്ങൾക്ക് വലിയൊരു അനുഭൂതിയായിരുന്നു. അതേ ഒരു വേദപണ്ഡിതനാണെന്നും ഒക്കെ അതിൻ്റെ ശേഷമാണ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും മനസ്സിലായത്. പല പ്രശ്നങ്ങളും യാത്രാമധ്യത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാവരും കയർത്ത് സംസാരിക്കുകയും ക്ഷോഭിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ശാന്തനായി അക്ഷോഭ്യനായി ഗംഗതന്നിലേ ഹൃദം പോലെ എന്ന് പറയുന്ന രാമായണത്തിലെ മാതിരി എന്തൊരു ക്ഷോഭമില്ലാതെ വളരെ ശാന്തനായിട്ട് എല്ലാവർക്കും മാതൃക കാണിക്കാറുണ്ടായിരുന്നു. കുരുക്ഷേത്രത്തിലെത്തിയ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് സന്ധ്യാസമയത്ത് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ഗീതാ പ്രഭാഷണം നടത്തി തന്നു. ഗീത ഒരധ്യായം വായിച്ചു. അതിന് ശേഷം അതിനെക്കുറിച്ച് കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായി. അങ്ങനെ വലിയൊരു കാരണവരെന്ന നിലയ്ക്കും ഒരാചാര്യൻ എന്ന നിലയ്ക്കും പല ആചാര്യന്മാരുടെ ആചാര്യൻ എന്ന നിലയ്ക്കും വിദ്യാഭ്യാസ വിഭാഗത്തിൽ ഡയറക്ടറായിട്ട് പിരിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ഹിമാലയ യാത്രയിൽ ഒരു വലിയൊരു മാതൃകയായിരുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ പെരുമാറേണ്ടത്, ഒരു വളരെ പ്രശ്നങ്ങളും സങ്കീർണമായിട്ടുള്ള പല വഴിക്കൊക്കെ പോകുന്ന സമയത്ത് അടക്കോ ഒതുക്കോ മനസ്സിൻ്റെത് എങ്ങനെ ഇരിക്കും എന്ന് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഒരു പക്ഷേ ഈശ്വരാനുഗ്രഹം ഈ പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു മാതൃക ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം അദ്ദേഹത്തെ ഈ 5-6-7 പ്രാവശ്യം ഹിമാലയയാത്രയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചിത്ര നമ്പൂതിരിപ്പാട് ഞങ്ങളുടെയൊക്കെ വലിയൊരു ആചാര്യസ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെയധികം ഉത്തേജകമാണ്. നമ്മളെ ചിന്തകളൊക്കെ കുറേയും കൂടെ ഉണർത്താൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയാണ്. ഈ നാളെ ഒരു വല്ലാത്ത വിഷയമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വദർശനം എന്നാണ് പേര്. വിശ്വദർശനമാണ്, തന്ത്രശാസ്ത്രമാണ്, താന്ത്രികമായിട്ടുള്ള കാഴ്ചപ്പാട്. എന്താ ഈ തന്ത്രം എന്ന് പറഞ്ഞാൽ? അതിൽ കൂടി ഈ പ്രപഞ്ചത്തെ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ സംവിധാനം? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണ് ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ പറയുന്നതായുള്ള ഭാഗമൊക്കെ വളരെ സങ്കീർണമായി കിടക്കുന്നതാണ്. എന്തിനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്? ഈ കുഴപ്പങ്ങളും മറ്റൊക്കെ ഭൂമി അഗ്നിപർവ്വതം പിന്നെ പൊട്ടിത്തെറിക്കുന്നതും കാലവർഷക്കെടുതികളും മഹാമാരികളും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ട് എന്തിനാണ് ഈ ലോകം ഇങ്ങനെ ആൾക്കാരെ ഈ ജീവജാലങ്ങളൊക്കെ ഇട്ട് ആകെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണ്? ഇതൊക്കെ ആലോചിച്ചിട്ട് വലിയ വലിയ മഹാത്മാക്കൾ വരെ വിഷമിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അവരെല്ലാവരും ചിന്തിച്ച് അവസാനം കണ്ടെത്തിയ ചില തെളിവുകളുണ്ട്. ആ തെളിവുകൾ അങ്ങിങ്ങായിട്ട് വളരെ ചുരുങ്ങിയ ചില ശകലങ്ങളായിട്ട് കാണാം. അതെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു നോക്കി കാണുമ്പോൾ എങ്ങനെയിരിക്കും പ്രപഞ്ചം, നമ്മൾ ഈ പ്രപഞ്ചം തമ്മിൽ എന്താണ് ബന്ധം, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്താ ഈ ജന്മേന്മാന്തരങ്ങളുടെ കാരണം, പല തരത്തിലുള്ള ജീവജാലങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നത്, എന്തിനാ അതെല്ലാം മുക്കിക്കൊന്ന് അവസാനത്തിൻ്റെയൊക്കെ സർവനാശം വരുത്തുന്നത് എന്തിനാണ്? ഇതൊക്കെ കൂടി ഒന്ന് സങ്കല്പിച്ച് നോക്കുന്ന ഒരു പ്രത്യേക രീതി വിധാനം ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കുകയാണ് നാളെ നമുക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി.